ഗേറ്റിന്റെ മുമ്പിൽ ഒരു 10-40 പേരുണ്ട്. ഗുണ്ടകൾ പിടിച്ചോണ്ട് വന്ന് നിൽക്കുക. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അവിടെ വന്നിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ, ഇവിടെ കന്നഡ പറഞ്ഞാലേ ഇവർക്ക് മനസ്സിലാകത്തുള്ളൂ, എനിക്ക് കന്നഡ അറിയത്തില്ല. ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ ചോദിച്ചിരുന്നു, ഗേറ്റിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, ഗേറ്റിൽ നിന്ന് മാറി നിൽക്കട, ഇതാരെ ഗേറ്റ് അടച്ച് നിൽക്കുന്നത് ചോദിച്ചുകൊണ്ട് ഒന്ന് ഷൗട്ട് ചെയ്തു. എല്ലാവരും ഗേറ്റിൽ നിന്ന് മാറി. ഞങ്ങൾ അകത്ത് കയറി വീട്ടിൽ ചെന്നപ്പോൾ, വീടിനകത്തോട്ട് കയറിയപ്പോൾ വീടിനകത്തും 5-6 പേര് നിൽപ്പുണ്ട്. അവർ വന്ന് കട്ടിക്കീഴെ വരെ കംപ്ലീറ്റ് ശോധന ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട ചില നിമിഷങ്ങൾ ചിലവഴിക്കുന്നതിനായിട്ട് സമയങ്ങൾ വേർതിരിക്കുമ്പോൾ നമ്മൾ ക്ഷണം സ്വീകരിച്ച് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ റവറൻഡ് ഡോക്ടർ M.A. വർഗീസ് അങ്കിൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ചും അതുപോലെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഒക്കെ തരുവാനിടയായി തീർന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുവാനിടയായി തീർന്നു. തുടർന്നും ചില ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ട് കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ M.A. വർഗീസ് അങ്കിളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് അങ്കിളെ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. പ്രൈസ് ലോർഡ്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി അങ്കിള് പറയുകയുണ്ടായി. അതിനോടുള്ള ബന്ധത്തിൽ ചില തുടർ ചോദ്യങ്ങൾ കൂടി ഇന്ന് നമുക്ക് ഷെയർ ചെയ്യുവാനുള്ള അവസരങ്ങളെ വേർതിരിക്കുകയാകുന്നു. തുടർച്ചയായിട്ട് ആ ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അങ്കിളുടെ ജീവിതത്തിൽ അങ്ങേ സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ആഴത്തിൽ ഇടപെട്ടിട്ടുള്ളതായ ചില വിഷയങ്ങൾ അല്ലെങ്കിൽ പാഠങ്ങൾ, അനുഭവങ്ങൾ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാമോ? സഭയുടെ വളർച്ചയും അതിനകത്ത് വരുന്ന വലിയ എതിർപ്പുകളിൽ നിൽക്കാൻ വേണ്ടി ദൈവം തരുന്ന കൃപയുമാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ചർച്ച ഒരു 200 മെമ്പേഴ്സായി വളരുന്നത് വരെ അബ്സല്യൂട്ട്ലി മറ്റുള്ളവർക്ക് എന്നോട് സ്നേഹമായിരുന്നു, മറ്റുള്ളവർക്ക് എന്നോട് വലിയ അനുഭാവമായിരുന്നു. പക്ഷെ 200-ന് മേളിലോട്ടായപ്പോഴത്തേക്ക് മറ്റ് സഭകൾക്ക് പയ്യെ എതിർപ്പ് തുടങ്ങി. സഭയിലുള്ള എല്ലാവർക്കും ഇല്ല, അങ്ങും ഇനിയും ചിലർക്ക് മാത്രമേ. സഭാ വളർച്ചയോട് വൈരാഗ്യമുള്ള ചിലരുണ്ട്, ദൈവരാജ്യത്തോട് വൈരാഗ്യം അതുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ചിലർ പറയുന്നത് ചെറിയ ആട്ടിൻകൂട്ടത്തെയാണ് ദൈവം സ്നേഹിക്കുന്നതെന്നാണ്. എനിക്കറിയാം, ഇവിടെ ഒരു ചർച്ചിനകത്ത് ഭാര്യയും ഭർത്താവും 2 മക്കളും ഉണ്ടായിരുന്നു. അതിൽ ഒരു മോനും ഇപ്പം ആ കൂട്ടത്തിൽ കൂടുന്നില്ല. അത്രയും ചെറിയ ആട്ടിൻകൂട്ടം വരെ എനിക്കറിയാം. പക്ഷേ എന്തെങ്കിലും അതിനകത്തൊരു പ്രത്യേകതയുള്ളതായിട്ടോ നന്മയുള്ളതായിട്ടോ ഞാൻ കണ്ടില്ല. മറുവശം, ഇന്ന് ബാംഗ്ലൂരിന്റെ സാഹചര്യത്തിൽ എൻ്റെ അറിവിൽ ഒരു 35,000 മെമ്പേഴ്സ് ഉള്ള ചർച്ച് വരെ, വലിയ ചർച്ച് കണ്ടിട്ടുണ്ട്. അവരെയാണ് നന്നായിട്ട് ഞാൻ കാണുന്നത്. കൂടുതൽ ആളുകൾ സുവിശേഷം കേൾക്കുന്നു, വരുന്നു എന്നിങ്ങനെ. അപ്പൊ ഈ ചർച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ പ്രയാസങ്ങൾ തുടങ്ങി. അപ്പൊ അതിനകത്ത് ദൈവം ഒത്തിരി പരിപാലനം തന്നു, ദൈവം ഒത്തിരി കൃപ തന്നു സൂക്ഷിക്കാനായിട്ട്. പുതിയ പുതിയ അധ്യായങ്ങളിലേക്ക് ദൈവം കയറ്റി തുടങ്ങി. ആളുകൾ വർദ്ധിക്കും തോറും പുതിയ പുതിയ ആശയങ്ങൾ ദൈവം തന്നു തുടങ്ങി. 10 പേരുണ്ടായിരുന്നതിനേക്കാൾ 100 പേരുള്ളപ്പോൾ ഞാൻ എടുക്കുന്ന ഓരോ മെസ്സേജിനും ആഴവ്യത്യാസം വന്നു തുടങ്ങി. കാര്യം 10 പേർക്കുള്ളതല്ല ദൈവം ഏൽപ്പിക്കുന്ന ഒരു മെസ്സേജിനകത്ത് 100 പേർക്കുള്ളതാണ്. 1000 പേരായപ്പോഴത്തേക്ക് അതിനേക്കാൾ ഒരുപാട് മാറി. ഒരുപാട് പേരെ വ്യക്തിപരമായി ദൈവാലോചനകൾ സ്പർശിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഇതിനെ തുടർന്ന് അതിഭയങ്കര പ്രശ്നം ഉണ്ടായി ചുറ്റുവട്ടത്തിൽ നിന്ന്. 1990 എന്നെ ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത മതപരിവർത്തനത്തിന്റെ കാരണത്താൽ ആളുകളെ കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ആരെയും പരിവർത്തനം ചെയ്തിട്ടില്ല, പൈസ കൊടുത്ത് കൺവേർട്ട് ചെയ്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ എനിക്കെതിരെ ഉയർന്നു. എനിക്ക് തോന്നുന്നത് പൈസ കൊടുത്ത് കൺവേർട്ട് പോട്ടെ, ഏതെങ്കിലും ഒരു പ്രലോഭനം കൊണ്ടോ എന്തെങ്കിലും ഒരു പ്രതിഫലം, ഭൗതിക പ്രതിഫലം കൊണ്ടോ ഒരുത്തനെ ഇങ്ങോട്ട് മാറ്റാവുന്നതുകൊണ്ട് അതൊരു കൺവേർഷൻ അല്ല. ചർച്ചിനകത്ത് അതൊരു ഡെഡ് ലോഡ് കൂടുകയായിരിക്കും, അതൊരു ഉപദ്രവമായിരിക്കും എന്നെനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് അങ്ങനെയുള്ളവരെ ഞാൻ 100% നിരുത്സാഹപ്പെടുത്തുക ചെയ്യുന്നത്. ഒരിക്കലും അംഗീകരിക്കത്തില്ല. പക്ഷെ എതിരുകൾ ഒരുപാടായി കഴിഞ്ഞപ്പോഴേ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ഞാനിങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞാൽ ആത്മീയർ മാത്രമേ ഇത് വിശ്വസിക്കത്തുള്ളൂ, ഇല്ലാത്ത ഒരാൾ വിശ്വസിക്കത്തില്ല. കാര്യം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണ് ഒരുപാട് പേരുടെ അകത്ത്
തമ്പുരാൻ കൊടുത്തിരിക്കുന്നത്. എതിരെ വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ ആത്മാവിനെ തമ്പുരാനും കൂടെ അനുവദിച്ച് അവർക്ക് കൊടുക്കും. അതുകൊണ്ട് വിശ്വസിക്കത്തില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ പൊതുവെ ഞാൻ പറയാൻ തന്നെ മടിച്ചിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് അത് പറയുക. രാമയ്യ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്. ഇവരെല്ലാം കൂടെ മെഡിക്കൽ കോളേജിലുള്ള സ്റ്റുഡൻസ് തന്നെയാണ്. ഒരു 75-80 പേര് ആ മീറ്റിങ്ങിന് വന്ന് കൂടുമായിരുന്നു. അതിനകത്ത് കുറച്ച് പെൺകുട്ടികൾ നന്നായി പാട്ട് പാടുന്നവരും ആത്മീയരും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ മീറ്റിംഗ് ഒരു പ്രചോദനമായിരുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ടായിരുന്നു ആ മീറ്റിംഗ് നടന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് പുറകിലാണ്, ഇന്നതില്ല. എനിക്ക് തോന്നുന്നു ഒരു 92, 93 ആ കാലഘട്ടങ്ങളിലായിരിക്കണം ആ മീറ്റിംഗ് അതിന്റെ ഫുൾ ഫോഴ്സിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവിടുന്ന് ഒത്തിരി പേര് സ്നാനത്തിനുണ്ടായിരുന്നു. ഒത്തിരി മെഡിക്കൽ സ്റ്റാഫ് അവിടുന്ന് സ്നാനപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അവർ സ്റ്റാഫിന്റെ സ്റ്റുഡൻസ് അവിടുന്ന് സ്നാനപ്പെട്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും സ്നാനപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു തിങ്കളാഴ്ച അവിടെ ഒരു മീറ്റിങ്ങിന് പോയി. അന്ന് പതിവ് പോലെ അവിടെ ചെന്ന് ഒരു പ്രാർത്ഥിച്ചു തുടങ്ങി, ഒരു പാട്ടുപാടി. ആ പാട്ടിനകത്ത് ഒരു ഉന്മേഷം കാണാതെ വന്നു, ഒരു ആത്മീക നിലവാരമില്ലാതെ വന്നു. പെട്ടെന്ന് ആ പാട്ട് നിർത്താൻ പറഞ്ഞു. രണ്ടാമതൊരു പാട്ട് തുടങ്ങി. അത് പാടിയിട്ടും ശരിയാകുന്നില്ല. ഒരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ പാട്ട് സെക്ഷൻ നിർത്തി. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കാം. കാര്യം നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് അർത്ഥമില്ല. എൻ്റെ ടൈമിൽ എനിക്ക് ഭയങ്കര വിലയുള്ളതാണ്. കാര്യം എനിക്ക് ഫുൾ ടൈം ഗവൺമെന്റ് ജോലിയുണ്ട്, അത് ചെയ്യണം. പിള്ളേർക്കാണെങ്കിലും വലിയ പഠിക്കാനുള്ള സമയം, എന്തിനാ വെറുതെ ടൈം കളയുന്നത്? അതുകൊണ്ട് പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സത്യമായിട്ട് ഒരു 5 മിനിറ്റ് പ്രസംഗിച്ചിട്ടും ഒരു ഗൗരവമുള്ളത് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. വാക്കുകളിൽ ഒരു അഭിഷേകമില്ല. അത് ആ ലെവലിലുള്ളവർക്ക് ആ പദമൊക്കെ മനസ്സിലാകത്തുള്ളൂ. വാക്കുകളിൽ ഒരു അഭിഷേകമില്ല. അങ്ങനെ വന്നതോടെ ഞാൻ പറഞ്ഞു, ഒന്ന് എൻ്റെ പ്രാർത്ഥന കുറവായിരിക്കാം, ഇല്ലെങ്കിൽ എന്തോ സാഹചര്യത്തിന്റെ വശമാണ്. ഇന്നത്തെ മീറ്റിംഗ് കോൾ ഓഫ് ചെയ്യാം എന്ന് പറഞ്ഞ് ടോട്ടലി 15 മിനിറ്റിനകം മീറ്റിംഗ് കോൾ ഓഫ് ചെയ്തു. 15 മിനിറ്റിനകം മീറ്റിംഗ് കോൾ ഓഫ് ചെയ്തിട്ട് എല്ലാവരും വീട്ടിൽ പോകുമോ, ഇനി നമുക്ക് വരുന്ന തിങ്കളാഴ്ച കാണാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. പെട്ടെന്ന് ഞാൻ ഓർത്തു, പെട്ടെന്ന് ഇനി വീട്ടിലോട്ട് വന്നിട്ട് എനിക്ക് വലിയ കാര്യമൊന്നും സാധിക്കാനില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത 1-2 വീടുകൾ വിസിറ്റ് ചെയ്യാമല്ലോ എന്ന് കണ്ട് നമ്മുടെ ചർച്ചിന്റെ എൽഡർഷിപ്പിൽ നിൽക്കുന്ന 2 പേര് അതിനടുക്ക തന്നെ ഉണ്ട്. രാമയ്യ മെഡിക്കൽ കോളേജിന്റെ ആ കോളനിയോട് ചേർന്നുണ്ട്. അപ്പൊ അവിടെ ഒന്ന് പോകാമെന്ന് കണ്ട് ഞാൻ അതിൽ ഒരു വീട്ടിൽ ചെന്നു. ഒരു ബ്രദർ ലെനാർഡ് എന്ന് പറയുന്ന ആൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ബ്രദർ ലെനാർഡിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, അടുത്ത വീട് ഞാൻ പോകേണ്ടത് NRC ബാബു എന്ന് പറയുന്ന ഒരാളിന്റെ വീടാണ്. അപ്പൊ എനിക്ക് ബാബു ബ്രദറിന്റെ വീട്ടിൽ വരികയെന്ന്, കാരണം ബാബു ഒരു ടോപ്പ് ലെവൽ ഹൈ ക്വാളിറ്റി ഒരു എഞ്ചിനീയറാണ്. പുള്ളിക്കും സമയമൊക്കെ വളരെ കുറവാണ്, എനിക്കും സമയം കുറവാണ്. അവിടെ ചെന്ന് വർത്താനം പറഞ്ഞ് ഇരിക്കണ്ടല്ലോ എന്ന് കണ്ട്, അക്കാലത്ത് മൊബൈൽ ഫോൺ ഇല്ല. ഞാൻ ലെനാർഡിനോട് പറഞ്ഞു, ബ്രദർ ലെനാർഡ്, ഈ NRC ബാബുവിനെ ഒന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്നൊന്ന് പറ, അവർ റെഡി ആയിരിക്കട്ടെ. ഞാനൊരു 3 മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലും. ഞാൻ മോട്ടോർ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത് ആ ദിവസങ്ങളിൽ. ഒരു 3 മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലും, ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് പാസ്റ്റർ വരുന്നെന്ന് പറഞ്ഞു. അത് കേട്ടേച്ചാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഞാൻ 3 മിനിറ്റ് ഓടിച്ചു, 4 മിനിറ്റ് ഓടിച്ചു, NRC ബാബുവിന്റെ വീട് കാണുന്നില്ല. അടുത്തുള്ള വീടാണ്. ദർ ഷുഡ് ബി നോ റീസൺ വൈ ഹീസ് മിസ്സിങ്. പെട്ടെന്ന് പവർ ഫെയിലായി, ആ ഏരിയയുടെ പവർ ഫെയിലായി. പക്ഷെ എൻ്റെ മോട്ടോർ സൈക്കിളിന്റെ ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട്. എനിക്ക് ബാബു ബ്രദറിന്റെ വീട് നന്നായി അറിയാം. അതുകൊണ്ട് കണ്ടുപിടിക്കാം എന്നുള്ള ചിന്തയിൽ പോയി. ഒരു 5 മിനിറ്റ് ഓടിയിട്ടും വീട് കിട്ടാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയോ തെറ്റുപറ്റി. എനിക്ക് വീട് സ്കിപ്പായി, കാര്യം ലൈറ്റ് പോയല്ലോ. അതുകൊണ്ട് ഗേറ്റ് സ്കിപ്പായതാണ്. ഞാൻ തിരിച്ചു വന്നിട്ടും അദ്ദേഹത്തിന്റെ വീട് കാണുന്നില്ല. 2-3 റൗണ്ട് ഓടി, അദ്ദേഹത്തിന്റെ വീട് കാണുന്നില്ല. എന്നാൽ ലെനാർഡിന്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോകാൻ, ലെനാർഡിന്റെ വീടും കാണുന്നില്ല. ഓഫ്കോഴ്സ് ആ ടോട്ടൽ ഏരിയയിൽ ലൈറ്റ് പോയി. എന്തുകൊണ്ടോ എനിക്ക് എന്നോട് തന്നെ ഒരു മുഷിപ്പ് തോന്നി. ഇത്രയും അടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നയാളാണ്. ആ കോളനിയിൽ എപ്പോഴും കയറി ഇറങ്ങുന്നതാണെന്നും എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിലൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആട്ടർ ഷെയിം. എനിക്ക് അതുപോലൊരു ലജ്ജ വേറെ വരാനില്ല. അതുകൊണ്ട് കണ്ടുപിടിച്ചേ ഉള്ളൂ എന്ന് കണ്ട് 2-3 പ്രാവശ്യം കൂടെ കറങ്ങി. 15 മിനിറ്റ് കറങ്ങിയിട്ടും ഒരു വീടും കിട്ടുന്നില്ല. ഞാൻ പെട്ടെന്ന് ഓർത്തു, എല്ലാം കൊച്ചു ലൈനുകൾക്കകത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിളിന്റെ ടാങ്ക് തുറന്നു നോക്കി, എന്തും വേണ്ടും ഫ്യൂവലുണ്ട്, ആവശ്യത്തിന് ഓടാൻ ഫ്യൂവലുണ്ടോ, ആവശ്യത്തിന് ഫ്യൂവലുണ്ട്. ഞാൻ വിചാരിച്ചു ഒറ്റ ഡയറക്ഷനിൽ അങ്ങ് പോവുക, ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്നില്ല, ഒറ്റ ഡയറക്ഷനിൽ പോവുക. എവിടെയെങ്കിലും ഒരു മെയിൻ റോഡിൽ ചെന്ന് ഹിറ്റ് ചെയ്യും. അപ്പൊ ഏത് മെയിൻ റോഡിൽ ഹിറ്റ് ചെയ്താലും അവിടുന്ന് സബ് റോഡ് എടുക്കാൻ എനിക്ക് അറിയാം. അതുകൊണ്ട് എൻ്റെ പാസ്റ്ററെ ഓടി 1 മണിക്കൂർ ഓടി, 1.25 മണിക്കൂർ ഓടി, 1.5 മണിക്കൂർ ഓടി, ഒരു മെയിൻ റോഡ് ഹിറ്റ് ചെയ്യുന്നില്ല. ഞാൻ ലൈനിൽ നിന്ന് സബ് ലൈനിലേക്ക് മാത്രം മാറുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.
ഇതിനകത്ത് എന്തോ തകരാറുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായി. ഞാൻ മോട്ടോർ സൈക്കിൾ ഒരു സൈഡിലോട്ട് നിർത്തി. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, പിശാച് കണ്ണ് കെട്ടുമെന്ന് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. എൻ്റെ കണ്ണ് കെട്ടാൻ തക്ക പിശാച് ബാംഗ്ലൂരിലുണ്ടോ? ഇവിടുത്തെ പട്ടണത്തിലേക്ക് ദൈവം എന്നെ അയച്ചിട്ട് ഇവിടെ ഒരു പിശാചിന്റെ കണ്ണ് കെട്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് സ്വതന്ത്രമാക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ ചില നേരം പ്രാർത്ഥിച്ചു വീണ്ടും മോട്ടോർ സൈക്കിൾ ഓടിച്ചു. പക്ഷേ ഞാൻ ലൈനുകളിൽ നിന്ന് മാറുന്നില്ല, സബ് ലൈനുകളിൽ മാത്രം നിൽക്കുക. ഏതാണ്ട് 11 മണി വരെ ഞാൻ ബൈക്ക് ഓടിച്ചു, സബ് ലൈനിൽ നിന്ന് വെളിയിൽ വരുന്നില്ല. ഒരു സ്ട്രെയിഞ്ച് ഇൻസിഡന്റ്. ഇനി ആരുടെയും വഴി ചോദിക്കാമെന്ന് തീരുമാനിച്ചു. ഞാനിവിടെ ആ കൊച്ചി റോഡിലെ ഒരു സൈഡിലോട്ട് എൻ്റെ കാല് കുത്തിക്കൊണ്ട് ആ ബൈക്ക് തന്നെ ന്യൂട്രലിലോട്ടിട്ട്, എഞ്ചിൻ കട്ട് ഓഫ് ചെയ്തിട്ടില്ല, ന്യൂട്രലിലോട്ടിട്ട് അവിടെ സൈഡിലോട്ട് ഒരു കാല് കുത്തി അതുവഴി പോകുന്ന ഒരാളിനോട് ചോദിച്ചു, ഇവിടുന്ന് മേക്കരി സർക്കിളിലോട്ട് പോകുന്ന വഴി എവിടെയാണ്? മേക്കരി സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ അടുക്കലുള്ള പ്രധാന ലാൻഡ്മാർക്കാണ്. മേക്കരി സർക്കിളിലോട്ട് പോകുന്ന വഴി എവിടെയാന്ന് ചോദിച്ചു. അയാൾ എന്നോട് തിരിച്ചു ചോദിച്ചു, എവിടെയാ മേക്കരി സർക്കിൾ? ഞാൻ പറഞ്ഞു, അത് തന്നെ ഞാൻ നിന്നോട് ചോദിച്ചത്, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. എന്നിട്ട് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടെന്ന്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ബാംഗ്ലൂരിൽ മേക്കരി സർക്കിൾ അറിയാൻ വയ്യാത്തവരുണ്ടോ? കാര്യം അതുപോലെ ഒരു നോൺ പോയിന്റ്. ബാംഗ്ലൂരിൽ മേക്കരി സർക്കിൾ അറിയാൻ വയ്യാത്തവരുണ്ടോ? അയാൾ ഇത് കേട്ട എന്നോട് ചോദിച്ചു, യു വാണ്ട് ടു ഗോ ടു ബാംഗ്ലൂർ, നിനക്ക് ബാംഗ്ലൂരിൽ പോകാനാണോ? ഞാൻ പറഞ്ഞു, അതെ, ബാംഗ്ലൂർ ഇവിടുന്ന് 60 കിലോമീറ്റർ. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനിപ്പോ എവിടെയാ? അദ്ദേഹം പറഞ്ഞ്, നീ തുംകൂറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. തുംകൂർ 60 കിലോമീറ്റർ ദൂരമാണ്, എനിക്കറിയാം. അയാൾ തുംകൂർ എന്ന് പറയുകയും എൻ്റെ കണ്ണു തുറന്നു. ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂർ പൂനെ ഹൈവേയില്. ഭയങ്കര 18 വീലുള്ള ട്രക്കുകൾ എൻ്റെ സൈഡിൽ കൂടെ ഓടുന്നുണ്ട്. എൻ്റെ ഫീലിംഗ് എല്ലാം മാറി. ഞാനതിലെ കാർ ഓടിച്ചിട്ടുള്ള വഴിയാണ്. എങ്ങനെ ഞാൻ ഇവിടെ വന്നു? ആരെൻ്റെ കണ്ണു കെട്ടി? നിശ്ചയമായിട്ടും കണ്ണു കെട്ടി തന്നെ ഇവിടെ വന്നത്, അല്ലെ ഇവിടെ വരാൻ ഒക്കത്തില്ല, 100% ഉറപ്പായി. അവിടുന്ന് ഞാൻ അയാൾ എന്നോട് പറഞ്ഞു, യു ഗോ ടു ദ നെക്സ്റ്റ് സർക്കിൾ, ടേക്ക് എ യു ടേൺ ആൻഡ് ദെൻ ഗോ ബാക്ക്. ബാംഗ്ലൂർ നേരെ പുറകോട്ടാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് താങ്ക്സും പറയാൻ അടുത്ത സർക്കിൾ എടുത്തു. എനിക്കറിയാം, വഴി അറിയാം. തിരിച്ചു വരുമ്പം എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ലജ്ജയും അപമാനവും തോന്നി. ഞാൻ ചോദിച്ചു, എം എ വർഗീസിന്റെ കണ്ണ് കെട്ടാവുന്ന പിശാച് ബാംഗ്ലൂരിൽ എവിടെയാണ്? ഇനി ഞാൻ ഇവിടെ എന്നാ വേല ചെയ്യാൻ? കാര്യം ഇങ്ങനൊരു സാത്താന്റെ കയ്യിൽ ദൈവം എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ പണി പാളി എന്നുള്ളത് വളരെ ഉറപ്പാണ്. ഒരു സാത്താന്റെ കയ്യിൽ ദൈവം എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇനി എന്നെ വേല ചെയ്യാന്? അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും വൈരാഗ്യമായി, എന്നോട് തന്നെ വൈരാഗ്യമായി. ഞാൻ മുഷിച്ചിലിന്റെ പദമൊന്നും പറഞ്ഞില്ലെങ്കിലും കർത്താവെ, ഇത് വേണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് തിരിച്ചോടിച്ച് ഏതാണ്ട് 11:45, 12 മണിക്കാണ് ഞാൻ വീട്ടിൽ വരുന്നത്. ഞാൻ വീട്ടിൽ വന്നു പറഞ്ഞാൽ എൻ്റെ വൈഫ് ചോദിച്ചു, ഇതുവരെ എവിടെയായിരുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവിടുന്ന് ലെനാർഡ് ബ്രദറിന്റെ വീട്ടിൽ വരെ കയറി. മീറ്റിംഗ് കഴിഞ്ഞ് ലെനാർഡ് ബ്രദറിന്റെ വീട്ടിൽ വരെ കയറി. അവിടുന്ന് NRC ബാബു എന്ന് വരെ പറഞ്ഞ് എൻ്റെ വൈഫ് അവിടുന്ന് അങ്ങ് പോയി. അവിടെ പോയി ചോറ് ചൂടാക്കാൻ പോയി. അപ്പോ ചോദ്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടിയത് കൊണ്ട് ഞാനും അങ്ങ് ഹാപ്പിയായി. ഞങ്ങൾ പിന്നെ മറ്റു ധാരണപ്പശമൊന്നുമില്ല. അതുകൊണ്ട് ചോറുണ്ടേച്ച് അവള് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. എനിക്ക് ഉറക്കം വരുന്നില്ല. എൻ്റെ കണ്ണ് കെട്ടിയതാരാന്നറിയണം. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. രാത്രി ഞാൻ കാര്യമായിട്ട് ഉറങ്ങിയില്ല. ചൊവ്വാഴ്ച പോയി, ബുധനാഴ്ച പോയി, വ്യാഴാഴ്ച പോയി, വെള്ളിയാഴ്ച പോയി, ശനിയാഴ്ച രാവിലെയായി. ശനിയാഴ്ച രാവിലെ നമ്മുടെ ചർച്ചിൽ വെച്ച് ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നുണ്ട്. പുനലൂരെ സാമച്ചൻ പാസ്റ്റർ കൃത്യം പോലെ അന്ന് ആ ഫാസ്റ്റിംഗ് പ്രയർ ശുശ്രൂഷിക്കാൻ വരുന്നുണ്ട്. സാമച്ചൻ വന്നു. അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ചർച്ചിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ സ്റ്റേജിൽ ആരും തന്നെ പൊതുവെ ഇരിക്കാൻ ഞങ്ങൾ അനുവദിക്കാറില്ല. ഞാനും സ്റ്റേജിൽ ഇരിക്കാറില്ല. ഒരു പാസ്റ്റേഴ്സിനെ സ്റ്റേജിൽ ഇരുത്താറില്ല. എല്ലാവരും സ്റ്റേജിന്റെ മുന്നിൽ, സ്റ്റേജിനെ ഫേസ് ചെയ്തിരിക്കുക. അപ്പൊ ഇരിക്കുന്നവർക്ക് പ്രസംഗകന്റെ മുഖം കാണാം, പ്രസംഗകന് ഞങ്ങളെയും കാണാം. പിന്നെ ആരും സ്റ്റേജിലിരുന്ന് പരസ്പരം വർത്താനം പറയുകയൊക്കെ ചെയ്യുന്ന പല അസ്വസ്ഥത നമ്മുടെ മലയാളികൾക്കുണ്ട്. മലയാളികൾക്കല്ല, ആക്ച്വൽ ദൈവകൃപ ഇല്ലാത്തവർക്ക് പലർക്കും ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ പുതുതായിട്ട് വരുന്ന വിശ്വാസികൾ കാണണ്ട, മാതൃകാദോഷമാണല്ലോ എന്നൊക്കെയുള്ള പല ചിന്തകളുണ്ട്. അതുകൊണ്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കസേറയിട്ട് ഞാൻ അവിടെ ഇരിക്കുക. അന്ന് കസേറയില്ല, അന്ന് ഞാൻ തറയിലായിരിക്കുന്നു. സാമച്ചം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞ് എന്നോട് പറഞ്ഞു, മകനെ, കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് രാത്രിയിൽ നിന്റെ കണ്ണ് കെട്ടി നിന്നെ തുങ്കൂര് വഴി കറക്കിയത് സാത്താനല്ല മോനെ, ഞാന്. ആടാ, ഇതൊരു ഇടിവെട്ടുന്ന പോലെ ഇൻഫർമേഷൻ ആയിരുന്നു എനിക്കിത്. അന്ന് രാത്രിയിൽ നിന്നെ കൊന്നുകളയാൻ വേണ്ടി വഴിയിൽ പതിയിരിപ്പുണ്ടായിരുന്നു. നിന്റെ ശുശ്രൂഷ അവസാനിക്കാത്തത് കൊണ്ട് നിന്നെ മറ്റൊരു വഴിയെ കറക്കി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അതുവഴി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചാടി അങ്ങ് എഴുന്നേറ്റ് ഞാൻ സാമച്ചൻ ബ്രദറെ, ദയവ് ചെയ്ത മൈക്ക് എനിക്ക് 2 മിനിറ്റ് താ, ഒരു സാക്ഷ്യം കൂടി ഇതിനിടയ്ക്ക് പറയണം, ഇപ്പൊ കേട്ട ദൂതിന്റെ പുറത്ത്. ഞാൻ സ്റ്റേജിൽ കയറി വെച്ച് പറഞ്ഞ, ലെനാർഡ് ബ്രദർ ഇവിടെ ഉണ്ടോ? എഴുന്നേക്ക്, കഴിഞ്ഞ തിങ്കളാഴ്ച
ഇങ്ങനെ സംഭവിച്ചു. ലെനാർഡ് ചാടി എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്നിച്ചാണ് പോയത്, NRC ബാബുവിൻ്റെ വീട്ടിലോട്ട് പോകാനാണ് പറഞ്ഞത്, പക്ഷെ ബാബുവിൻ്റെ വീട്ടിൽ പോയില്ല എന്ന് പിന്നെ ബാബു വിളിച്ചു പറഞ്ഞു. ഞങ്ങളെല്ലാം പാസ്റ്ററെ അവിടെ നോക്കി കണ്ടില്ല, പിന്നെ പാസ്റ്ററിന് വീട്ടിൽ പോയി കാണും എന്ന് മാത്രം കരുതി. NRC ബാബുവിനെ വിളിക്കാതെ തന്നെ ബാബു ബ്രദർ ചാടി എഴുന്നേറ്റു. മീറ്റിങ്ങിനകത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ചാടി എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, എൻ്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് MA വർഗീസ് പോയത്, അന്നേരത്തെ ലൈറ്റ് ഉണ്ട്. ഞാൻ പാസ്റ്ററെ എന്ന് വിളിക്കുകയും ചെയ്തു, പാസ്റ്റർ കേട്ടില്ല. പാസ്റ്റർ മുന്നോട്ട് മാറി, ഉടനെ ലൈറ്റ് പോയി കഴിഞ്ഞ ശേഷവും ഞാൻ അവിടെ തന്നെ നിന്നു. പാസ്റ്റർ തിരിച്ചു വരുന്നത് ഞാൻ കണ്ടു. അന്നേരത്തെ ഞാൻ വിളിച്ചു, പാസ്റ്ററെ എന്ന് വിളിച്ചു. പാസ്റ്റർ കേട്ടില്ല, പോയി. ലെനാർഡിന്റെ വീട്ടിലും കയറിയില്ല, അവിടെയും പാസ് ചെയ്തു പോയി. എനിക്ക് മനസ്സിലായി, എൻ്റെ കണ്ണു മാത്രമല്ല എൻ്റെ ചെവിയും കർത്താവ് കെട്ടി. കാര്യം അന്ന് രാത്രിയിൽ കൊന്നുകളയാൻ വേണ്ടി പതിയിരിപ്പുണ്ടായിരുന്ന ഇടത്ത് രാമയ്യ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ ഡയറക്റ്റ്ലി തിരിച്ചു വരുന്ന വഴിയിലാണ് പതിയിരിപ്പുണ്ടായിരുന്നത് എന്ന് മനസ്സിലായി. ഞാൻ തുങ്കൂര് പോയി അതുവഴി കറങ്ങി വരുന്നത് തികച്ചും വ്യത്യസ്തമായ വേറൊരു റൂട്ടാണ്. എന്നെ കാണഞ്ഞപ്പോൾ ആളുകൾ എഴുന്നേറ്റ് പോയി എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക ഇൻസിഡന്റ്, ദൈവത്തിന്റെ കാവൽ ഞാൻ അനുഭവിച്ചതാണ്. കാര്യം ദൈവത്തിന് ശുശ്രൂഷയുണ്ട്, അതുകൊണ്ട് കർത്താവിനെ വിടുവിച്ചു. ഇതുപോലെ വേറൊരു ഇൻസിഡന്റ് ആയിരുന്നു. ഒരിക്കല് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു വെച്ച് പറഞ്ഞു, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം, ഒരു വിവാഹം നമ്മുടെ ചർച്ച വെച്ച് നടക്കാനുണ്ട്. എനിക്കൊന്ന് 2-3 ദിവസം കഴിയുമ്പോഴാണ് ആ വിവാഹം നടക്കേണ്ടത്. വിവാഹിതനാകാൻ പോകുന്ന പയ്യന്റെ അമ്മ ഒരു പോലീസ് കേസ് കൊടുത്തു. അവനെ നിർബന്ധമായി പെൺകുട്ടിയെ വാഗ്ദത്തം ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തി ഞങ്ങൾ കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അവർ തന്നെ കോടതിയിലും കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം അവർ പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഒക്കത്തില്ല, അവിടെ എല്ലാം നല്ല ക്രൗഡ് ഉണ്ട്, സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഞങ്ങൾക്ക് അത്രയും തരാൻ പറ്റത്തില്ല, ഐ ഹാവ് ഇൻഫോംഡ് യു, അതുകൊണ്ട് ആ വിവാഹം നിങ്ങൾ നടത്താൻ പറ്റത്തില്ല, അതിനെക്കുറിച്ച് കോടതിയിൽ കേസുണ്ട്, ആ കേസ് തീർന്ന് അതിന്റെ ഡിസിഷൻ ആകുന്നത് വരെ വിവാഹം നടത്താൻ പറ്റത്തില്ല, ഈ വിവരം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇപ്പം വീട്ടിലോട്ട് പോകണ്ട, നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേര് കാണുമെന്നാണ് ഇൻഫർമേഷൻ, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഇളയ മോനും എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു നമുക്ക് വീട്ടിൽ പാടാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബൈക്കേ കയറി, മോൻ എൻ്റെ പുറകിലിരുന്നു, ഞാൻ മുന്നിലിരുന്നു. വന്നപ്പോൾ ഗേറ്റിന്റെ മുമ്പിൽ ഒരു 10-40 പേരുണ്ട്, ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കുക. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അവിടെ വന്നിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ, ഇവിടെ കന്നഡ പറഞ്ഞാലേ ഇവർക്ക് മനസ്സിലാകത്തുള്ളൂ, എനിക്ക് കന്നഡ അറിയത്തില്ല. ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ ചോദിച്ചിരുന്നു, ഗേറ്റിന്റെ മുന്നിലോടാ നിൽക്കുന്നത്, ഗേറ്റിൽ നിന്ന് മാറി നിൽക്കടാ, ഇതാരെയും ഗേറ്റ് അടച്ച് നിൽക്കുന്നു ചോദിച്ചുകൊണ്ട് ഒന്ന് ഷൗട്ട് ചെയ്യും. എല്ലാവരും ഗേറ്റിൽ നിന്ന് മാറി. ഞാൻ താഴെ ഇറങ്ങി, ഞങ്ങൾ അകത്ത് കയറി വീട്ടിൽ ചെന്നപ്പോൾ, വീടിനകത്തോട്ട് കയറിയപ്പോൾ വീടിനകത്തും 5-6 പേര് നിൽപ്പുണ്ട്. അവർ വന്ന് കട്ടിക്കീഴെ വരെ കംപ്ലീറ്റ് ശോധന ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. അവിടുന്ന് 2 വഴിയോടെ ഞങ്ങൾ പോയി. 2 പേരും കൂടെ ഒറ്റ ബൈക്കിൽ തന്നെ, അതേ ബൈക്കിൽ തന്നെ വെളിയിലിറങ്ങി. ഒരു മനുഷ്യൻ ഞങ്ങളുടെ വഴി വരികയോ പിടിച്ചു നിർത്തുകയോ ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ കാവൽ, പ്രൊട്ടക്ഷൻ എന്നുള്ളത് കാര്യമായി അനുഭവിക്കാൻ കർത്താവ് തന്ന 2 സന്ദർഭങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ പലതുണ്ട്. എനിക്കൊരു കാര്യം അറിയാം, ദൈവത്തിന് ജോലി ഉണ്ടെങ്കിൽ, ദൈവത്തിന് വേലയുണ്ടെങ്കിൽ കാവൽ തരാനും ദൈവത്തിനറിയാം. ഞാൻ പറഞ്ഞല്ലോ, പട്ടാളത്തിൽ ഞാൻ ആയിരിക്കുന്ന സമയം, അല്ലെ പട്ടാളത്തിൽ ചേരുന്നതിന് മുമ്പേ, ഞാൻ നിന്നെ ലോകപ്രകാരം ഒരു പട്ടാളക്കാരനാക്കും, ദൈവത്തിന് വേണ്ടി നീ ഒരു പട്ടാളക്കാരനായിരിക്കും, 2 വേണ്ടി യുദ്ധം ചെയ്യുമെന്നാണ് ദൈവം എന്നോട് പറഞ്ഞത്. അപ്പൊ പട്ടാളത്തിലും കൂടുതൽ സെക്യൂരിറ്റി ആവശ്യമുള്ള പോയിന്റുകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ കൂടുതൽ അഡീഷണൽ സെക്യൂരിറ്റി പട്ടാളം എനിക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ദൈവരാജ്യത്തിലും കൂടുതൽ സെക്യൂരിറ്റി ആവശ്യമുള്ള പോയിന്റ്. ആ പദം ഭയങ്കരമാണ്. സാമർത്ഥ്യം പറഞ്ഞ പദം, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, അതുകൊണ്ട് നിനക്ക് കാവൽ തന്നതാണ്, നിന്റെ കണ്ണ് കെട്ടി ഞാനാ കൊണ്ടുവന്നത്. നേരിട്ട് രാമയ്യ കോളേജിൽ നിന്ന് വരേണ്ട നിന്നെ തുങ്കൂര് വഴി കറക്കി വഴി മാറ്റി ഇവിടെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് ഗൗരവമേറിയ 2 പോയിന്റ്സ്, സെക്യൂരിറ്റി പോയിന്റ്സ്. പല പ്രാവശ്യം ഇതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സെക്യൂരിറ്റി പോയിന്റ്സിൽ ദൈവം രക്ഷിച്ചതാണ് ഞാൻ ഇപ്പോഴ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഓക്കെ, താങ്ക് യു അങ്കിള്. വളരെ സവിസ്തരമായിട്ടാണ് ഞാൻ ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി അങ്കിള് പറയുവാനിടയായി തീർന്നത്. ജീവിതത്തിൽ നമുക്കൊക്കെ ഈ ശുശ്രൂഷ അനുഭവത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്ത അനുഭവങ്ങളാണ്, വ്യത്യസ്ത പാഠങ്ങളാണ് ജീവിതത്തിൽ കർത്താവ് ഓരോ സന്ദർഭങ്ങളായി തരുന്നത്. അങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത 1-2 സംഭവങ്ങൾ വെളിപ്പെടുത്തിയല്ലോ. ദൈവത്തിൻ്റെ ആ കരുതലിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പിന്നെ ധാരാളമായി സഹായിക്കട്ടെ. ആകട്ടെ അങ്കിളെ, ഇന്നത്തെ യുവതലമുറയോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് യുവ സുവിശേഷകന്മാരോട്, യുവ പാസ്റ്റർമാരോട് അങ്കിളിന് എന്ത് ഉപദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അവർ ഒഴിവാക്കേണ്ടുന്ന ചില സാധാരണ തെറ്റുകൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ?
എൻ്റെ അനുഭവത്തിൽ നിന്നും പരിമിതമായ അറിവിൽ നിന്നും ചിലതൊക്കെ ഞാൻ പറയാം. അത്രേ എനിക്ക് അറിയത്തുള്ളൂ. ഞാനത് പറയാം. ഒന്നാമത്തേത്, വേദപുസ്തകത്തിന്റെ തത്വങ്ങളിൽ നമ്മൾ 100% നിൽക്കണം. വേദപുസ്തകത്തിന്റെ തത്വങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നതിന് ഒത്തവണ്ണം മാത്രമേ ഒരാളിനെ അറിയത്തുള്ളൂ, അതിൽ കൂടുതൽ അറിയത്തില്ല. നമ്മുടെ ഈ ബൈബിളിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴോ വേറെ ഏതെങ്കിലും ഒരു കരിക്കുലത്തിലോ ആണെങ്കിൽ ഓരോ ക്ലാസ്സിലേക്കും വ്യത്യസ്ത പുസ്തകങ്ങളാണ്. ഞാനൊരു 5 മിനിറ്റ് എക്സ്ട്രാ എടുത്ത് ഇത് വിശദീകരിച്ചാലേ പറ്റുള്ളൂ. 1-ാം ക്ലാസ്സിലെ പുസ്തകം കൊണ്ട് 2-ാം ക്ലാസ്സിൽ പറ്റുകയില്ല, 2-ാം ക്ലാസ്സിലെ കൊണ്ട് 5-ാം ക്ലാസ്സിലില്ല, 5-ാം ക്ലാസ്സിലെ പുസ്തകം 10-ാം ക്ലാസ്സിൽ പറ്റുകയില്ല. ഓരോ ക്ലാസ്സിലേക്കും വെവ്വേറെ പുസ്തകം വേണം. പക്ഷെ നമ്മുടെ സൺഡേ സ്കൂളിൽ വരുന്ന നേഴ്സറി കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ബൈബിളിൽ നിന്നാണ്. സൺഡേ സ്കൂളിൽ 5-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഇത് തന്നെയാണ്. ഇവിടുന്ന് ഒരുത്തൻ ബൈബിൾ സ്കൂളിൽ പോയാൽ അവന്റെ ബാച്ചുലർ ഡിഗ്രിക്കും മാസ്റ്റേഴ്സ് ഡിഗ്രിക്കും, കഷ്ടകാലത്തിന് ആരെങ്കിലും PhDക്ക് പോയാൽ അവനും ഒരളവിൽ ബേസിക്കലി ബൈബിളാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ഒരൊറ്റ പുസ്തകം എല്ലാ ക്ലാസ്സിലേക്കും മതിയാകും. അതിന്റെ കാരണം അവനവന്റെ ആത്മീയ അനുഭവങ്ങൾ അനുസരിച്ചുള്ള വെളിപ്പാടുകളാണ് ദൈവം കൊടുക്കുന്നത്. കൊച്ചു കുഞ്ഞിനെ കഥ പഠിപ്പിക്കുമ്പോൾ ഒരു കഥ മാത്രമേ അവന് മനസ്സിലാകത്തുള്ളൂ. നല്ല ശമരിയക്കാരന്റെ ഉപമ പറഞ്ഞാൽ നല്ല ശമരിയക്കാരന്റെ കഥ അവന് മനസ്സിലായി, അതിക്ക് അവനൊന്നുമില്ല. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് അതിനകത്തൊന്നും ചില ഗുണപാഠങ്ങൾ അറിയാം. കുറെ കൂടെ ആഴത്തിൽ ഇറങ്ങാൻ കഴിയുന്നവന് അതിനകത്തൊന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ പറയാം. നല്ല ശമരിയക്കാരന്റെ ഉപമയിൽ നിന്ന് ഞാൻ 3 മാസം കണ്ടിന്യൂസ്ലി പ്രസംഗിച്ചതിന് ഓർക്കുന്നുണ്ട്. അതിനകത്ത് ആത്മാവിന്റെ അനുഭവങ്ങൾ, എണ്ണ, വീഞ്ഞ് മുതലായതിന്റെ വിശദീകരണങ്ങൾ. എണ്ണയല്ല വീഞ്ഞ്, ഇത് രണ്ടും പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്ത അളവുകൾ, ഇതൊക്കെ എടുത്തു പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതുപോലെ നമ്മുടെ ആത്മീക പ്രായത്തിനനുസരിച്ച് ഒരുപാട് പരിചയങ്ങൾ ദൈവം തരും. അപ്പൊ ദൈവം തരുന്ന പുതിയ പരിചയങ്ങൾ മനുഷ്യന്റെ നിന്ന് കേൾക്കാതെ ദൈവം തരുന്ന പുതിയ പരിചയങ്ങൾ, പുതിയ അറിവുകൾ അതിനകത്ത് ബേസ് ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും വലുത്. ഞാൻ കുറച്ചൊക്കെ വായിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ വെറും 10-ാം ക്ലാസ്സും കൊണ്ടാണ് കേരളം വിട്ടത്. ഇന്ന് ദൈവത്തിന്റെ കൃപയാല് അവിടെ ഇവിടെയൊക്കെ ചില കുറച്ചൊക്കെ പഠിക്കാനായിട്ട് ദൈവം ഇടയാക്കി. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പലതും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അവിടെ ഇവിടെയും പല ക്വാളിഫിക്കേഷൻസ് എടുക്കാൻ ദൈവം കൃപയാൽ എനിക്ക് പദവി തന്നു. അതിൻ്റെ ഒക്കെ റീസൺ കാര്യമായി ഞാൻ വായിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം വളരെ ഡെഫിനറ്റ് ആയിരുന്നു. ഒരു മണിക്കൂർ ഞാൻ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് പഠിക്കാൻ എടുത്താൽ 1 മണിക്കൂർ ബൈബിൾ പഠിക്കാൻ എടുക്കും, 1 മണിക്കൂർ ബൈബിൾ റിലേറ്റഡ് ബുക്സ് എടുക്കും. എൻ്റെ ടോട്ടൽ സമയത്തിന്റെ 1/3 മാത്രമേ ഞാൻ എൻ്റെ സെക്യുലർ എഡ്യൂക്കേഷൻ എടുത്തിട്ടുള്ളൂ. ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ആവശ്യം പോലെ സെക്യുലർ എഡ്യൂക്കേഷൻ കിട്ടുകയും ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ആവശ്യം പോലെ കിട്ടി. അതിന്റെ തനി ഭാഷയെ പറഞ്ഞാൽ, മറുഭാഷയെ പറഞ്ഞാൽ വേറെ ഈ ഭാഗങ്ങളിൽ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചു കേട്ടതനുസരിച്ച് വേദപുസ്തകത്തിൽ ദൈവം ഉപയോഗിക്കാൻ താല്പര്യപ്പെട്ടവർ ദൈവത്തിന് ഇൻക്ലൈൻഡ് ആയിരിക്കുമെന്ന് തോന്നിയാൽ ദൈവം ഒരുപാട് ആഴത്തിലുള്ള ഉപദേശങ്ങൾ പഠിപ്പിച്ചു തരും. അപ്പൊ ഈ പഠിപ്പിക്കുന്നതിനകത്ത് മാനുഷികമായ കൺഫ്യൂഷനുകൾ ഉണ്ടാകാതെ അത് ദൈവത്തിങ്കിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തി അത് പ്രാക്ടീസ് ചെയ്തെടുത്ത് നിന്നാൽ വീഴാതെ നിൽക്കും, അല്ലെങ്കിൽ വീണുപോകും. ഒരു കുറച്ച് കഴിയുമ്പോൾ പിശാചി വഴിതെറ്റിക്കും. പൊതുവെ ഇന്നത്തെ യുവതലമുറയെ, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കുമ്പോഴത്തെ യുവതലമുറയെ കുറച്ചൊക്കെ ലക്ഷറിയിലേക്ക് അങ്ങ് ലോകം മാറ്റും. ഞാൻ ലക്ഷറിയസ് ലൈഫാണെന്ന് വെറും കള്ളം പറയുന്നവർ ധാരാളം പേരുണ്ട്. അല്ലെന്ന് ഞാൻ അവരോട് വാദിക്കാനും പോകുന്നില്ല. കാര്യം ഒരു ഷർട്ട് പോലും ഇല്ലാത്ത പലരും ഉണ്ട്. അപ്പൊ അവർ നോക്കുമ്പോൾ 2 ഷർട്ടുള്ള ഞാൻ ലക്ഷറിയസ് അല്ലെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ എനിക്കറിയാം എൻ്റെ ലക്ഷറിക്ക് എന്നെ വരെ വേണമെന്ന്. ഞാനത് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. 5 പെയർ ഡ്രസ്സ് എനിക്കുണ്ട്. ഞാൻ പലപ്പോഴും കൺവെൻഷന് പോകുമ്പോൾ 4 പെയറും പാക്ക് ചെയ്ത് കൊണ്ടുപോകും. 1 പെയറെ ഇട്ടുകൊണ്ട് പോകത്തുള്ളൂ. കാരണം ഞാൻ തിരിച്ചു വരുന്നത് വരെ വഴിയിൽ ആരെ കൊണ്ട് ഡ്രസ്സ് കഴിയിക്കാതെ എനിക്ക് ഒരു 2 ആഴ്ചത്തേക്കുള്ള ഡ്രസ്സ്, എനിക്ക് 4 പെയർ മതി 2 ആഴ്ചത്തേക്ക്. 2 ആഴ്ചത്തേക്കുള്ള ഡ്രസ്സ് കൊണ്ടുപോകണം. അതല്ലാതെ ഒരു എക്സ്ട്രാ ഷർട്ട് എനിക്കില്ല, എടുക്കത്തില്ല എന്നുള്ളത് എൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു 10,000 മെമ്പേഴ്സിന് മേളിലുള്ള ഏതെങ്കിലും ഒരു ചർച്ചിന്റെ പാസ്റ്റർ സ്വന്തമായി ഒരു ലക്ഷറി കാർ ഇല്ലാത്ത ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവറീസ് എന്ന് പറയുന്ന ഒരാൾ ഒഴിച്ചാൽ. പക്ഷേ എനിക്ക് ഒരു കാർ സ്വന്തമായിട്ടില്ല. എനിക്കുണ്ടായിരുന്നു. ഞാനൊരു ചർച്ച് വരുന്ന സമയത്ത് ഞാനൊരു ജൂനിയർ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്നു. എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നു. പക്ഷെ പള്ളി പണിയുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ഇഷ്ടിക വാങ്ങിക്കാൻ വേണ്ടി വിൽക്കേണ്ടതായി വന്നു. മാത്രമല്ല എൻ്റെ കാറ് പഴയതായിരുന്നു. അതുകൊണ്ടും അല്ലാതെ ദൈവത്തിന് വേണ്ടി തന്നെ ചെയ്തൊന്നും അല്ല. എൻ്റെ കാറും പഴയതായിരുന്നു. അത് ആ സമയത്ത് അങ്ങ് വിറ്റ് പോയാൽ നല്ലത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. വിറ്റ് ഇഷ്ടിക വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് സ്വന്തം ഒരു കാറില്ല. എനിക്ക് സ്വന്തം ഒന്നൊരു മോട്ടോർ സൈക്കിൾ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു. ഇത് വേണ്ടെന്ന് വെച്ചാൽ ചർച്ചിനുണ്ട്. എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം ചർച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വന്തമായി ഒരു സ്ക്വയർ ഇഞ്ച് ഭൂമി
കഴിഞ്ഞ ദിവസം ഒരു മഹാൻ എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ചാക്കിനകത്ത് കെട്ടി കാശ് കൊണ്ട് ബാങ്കിൽ വെച്ചിരിക്കുന്നൊക്കെ പറയുന്നത് കേട്ടു. സ്വന്തമായി 1 സ്ക്വയർ ഇഞ്ച് ഭൂമി എനിക്കില്ല. എൻ്റെ അപ്പൻ തന്നതുണ്ട്, അത് കേരളത്തിൽ കിടപ്പുണ്ട്. എൻ്റെ അപ്പൻ എനിക്ക് തന്നതുണ്ട്. അത് ഒഴിച്ചാൽ ഒരൊറ്റ സ്ക്വയർ ഇഞ്ച് ഭൂമി, ഞാൻ സ്ക്വയർ ഇഞ്ചാണ് പറഞ്ഞത്, എനിക്കില്ല. ഞാനത് ആവശ്യമില്ല എന്ന് കരുതുന്നുണ്ട്. എനിക്ക് സ്വന്തം ഒരു വീടില്ല. വീട് തരാമെന്ന് ദൈവം തയ്യാറായിരുന്നു. പക്ഷെ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഞാനൊരു വീട് തന്നാൽ പിന്നെ നിന്റെ ചർച്ചിലുള്ള വേറെ ആർക്കും വേണ്ടി ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര സെൽഫ്ലെസ് ആയിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുമെന്ന് എന്നെ ശോധന ചെയ്ത ശേഷം മാത്രമേ എൻ്റെ കയ്യിൽ എന്തെങ്കിലും തരത്തുള്ളൂ എന്ന് ദൈവം തീരുമാനിച്ചതുകൊണ്ടാണ്. തിരിച്ചും മറിച്ചും പറയുന്നവർ 1000 പേര് കാണും. ഞാൻ പറയുന്നത് ഹൂ കെയേഴ്സ്, ബഹുജനം പലവിധം, അങ്ങനെയാ പറയുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റു പണിക്ക് നേരം കാണത്തില്ല. അപ്പൊ ഞാൻ ഒട്ടും ലക്ഷറി ഇല്ലാത്ത ഒരാളാണെന്നാണ് എൻ്റെ തോന്നൽ. എൻ്റെ ആഹാര ക്രമീകരണം പോലും കഴിവുള്ളിടത്തോളം സിമ്പിളായിട്ട് കൊണ്ട് നടക്കാൻ ഞാൻ നോക്കുന്നതാണ്. എനിക്കത് മതി, എനിക്ക് അതിൽ കൂടുതൽ ആവശ്യമില്ല. വയസ്സും 79 അത്രയും തിന്നുന്ന പ്രായമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ജീവിക്കുക. അപ്പൊ എൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം ദൈവം തരുന്നുണ്ട്. ഒരു ലക്ഷറി ഇല്ല. ദൈവവചനത്തിന്റെ ചട്ടങ്ങളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും മാറാതെ അതിനകത്ത് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ഇന്ന് ഈ ഇരിക്കുന്ന സെറ്റപ്പ് ഉണ്ടാക്കി തന്നെ എൻ്റെ റൂമിനകത്ത് കിട്ടുന്ന വാട്ട് യു കോൾ, അതിനകത്ത് എനിക്ക് സൂം മീറ്റിംഗ് നടത്താൻ വേണ്ടിയൊക്കെയുള്ള നല്ല കർട്ടനും കാര്യങ്ങളെല്ലാം ചർച്ച എന്നിട്ട് സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ചർച്ചിന്റെ പാഴ്സനേജിലാണ് താമസിക്കുന്നത് കേട്ടോ. ഞാൻ അതും കൂടെ പറയാം. ചർച്ചിന്റെ പാഴ്സനേജിലാണ്. പാഴ്സനേജ് 100% എൻ്റെ കാശിട്ട പണിത്. അസംബ്ലീസ് ഓഫ് ഗോഡ് എനിക്ക് പണിത് തന്നതല്ല, എൻ്റെ പേഴ്സണൽ പൈസ ഇട്ട് ചർച്ചിന്റെ ഗ്രൗണ്ടിൽ ഞാൻ പണിത്, ചർച്ചിന്റെ മണ്ണിൽ ഞാൻ പണിതതാണ്. ഞാൻ താമസിക്കുന്ന പാഴ്സനേജ് ഒരു പേര് അവിടെ തന്നെ താമസിക്കുന്നു. എനിക്കത് മതി. ഒരു ലക്ഷറിയുടെ ആവശ്യം എനിക്കില്ല. അതിനകത്ത് ആവശ്യമുള്ള കർട്ടനും ലൈറ്റും എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ ചർച്ച എനിക്ക് തന്നിരിക്കുന്ന ഇന്റർനെറ്റിന്റെ ക്വാളിറ്റി ഒരല്പം കുറവാണ്, സ്പീഡ് കുറവാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ കന്നഡ സെക്ഷന്റെ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് അവരുടെ ഹോളിലായിരിക്കുന്നത്. കന്നഡയുടെ ഒരു റൂമിനകത്താണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ കണ്ട ആ സെറ്റപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാത്തത്. ഇപ്പൊ കന്നഡ സെക്ഷൻകാർ എന്നോട് പറഞ്ഞു ഇച്ചിരൂടെ ഡാർക്ക് കളറുള്ള ഡ്രസ്സ് വേണം ഇടാനായിട്ട്. അപ്പൊ അവരെന്നോട് സെറ്റപ്പ് ചെയ്ത് പറഞ്ഞത് ഇച്ചിരൂടെ ഡാർക്ക് കളറുള്ള ഒരു ഡ്രസ്സ് വേണം ഇടാനായിട്ട്. ഇതിട്ടുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല, ബാക്ക്ഗ്രൗണ്ടുമായിട്ട് എൻ്റെ കളറും എല്ലാം കൂടെ ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് ഇച്ചിരൂടെ ഡാർക്ക് കളർ വേണം. ഞാൻ പറഞ്ഞത് ഞാൻ യാത്രയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഡാർക്കസ്റ്റ് കളറായിട്ടിരിക്കുന്നു. ഇതിനേക്കാൾ ഡാർക്ക് എനിക്കില്ല. ഞാൻ എവിടെയാ പോവുക? കാരണം ബൈബിളിന്റെ പ്രിൻസിപ്പിളിനോട് ഏറ്റവും അടുത്ത് നിൽക്കാം. സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കാണുന്നിടത്ത് മുഴുവനും വെള്ള നിറമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറൊന്നും കണ്ടിട്ടില്ല. മാത്രവുമല്ല ദൈവം എനിക്ക് ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. സാത്താനെ ആരാധിക്കാൻ വേണ്ടി സൈറ്റൻ വർഷിപ്പിൽ പോയി വന്നവരെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ സിസ്റ്റം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാത്താനെ ആരാധിക്കുന്ന ഇടത്ത് കറുപ്പിടാതെ കണ്ട് അവർ കയറ്റത്തില്ല, കറുപ്പിടാതെ അവർ കയറ്റത്തില്ല. അപ്പൊ കറുപ്പ് ആരുടെ വകയാണെന്ന് എനിക്ക് നന്നായി അറിയാം. സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കാണുമ്പോൾ വെള്ള മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടെ കഴിവുള്ളിടത്തും ദൈവിക പ്രിൻസിപ്പിളിൽ നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ വിറ്റവനാണ്, എന്നെ തന്നെ കൊടുത്തവനാണ്. അതുകൊണ്ട് ഇതുവരെ വലിയ തെറ്റു വരാതെ കൃപയാൽ കർത്താവ് നടത്തുന്നു. ഈ ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ഓരോ പുതിയ കൃപാവരങ്ങൾ ആളുകളെ ഏൽപ്പിക്കും. അങ്ങനെയുള്ള പുതിയ കൃപാവരങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ് ദൈവം തരും. പട്ടാളത്തിലും അങ്ങനെയാണ്. ഞാൻ പട്ടാളത്തിന്റെ ട്രെയിനിങ് എടുത്തതാണ്. പുതിയ എക്യുപ്മെന്റ് ഇറക്കുമ്പോൾ പുതിയ എക്യുപ്മെന്റിന് ട്രെയിനിങ് തരും. ഇതുപോലെ തന്നെ പുതിയ കൃപാവരങ്ങൾ ദൈവം ദാനം ചെയ്യുമ്പോൾ വേദപുസ്തകം എതിർക്കാത്ത പുതിയ കൃപാവരങ്ങൾ പലതും ബൈബിളിലുണ്ട്. ബൈബിളിൽ സൂചനയുണ്ട്, നമുക്ക് പ്രായോഗികമായിട്ട് അനുഭവിക്കാൻ കഴിയും. ഞാൻ കാണുന്നവരാ. ഇവയെല്ലാം കൂടെ കാണിച്ചു തരാൻ പറഞ്ഞാലും പലർക്കും മനസ്സിലാകത്തില്ല. അപ്പൊ അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയാ ദൈവം തരുന്നത് അതുപോലെ ദൈവത്തെങ്കിൽ ഏറ്റെടുക്കുക, അത് ദൈവികമാണെന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ താഴത്തെ ലെവലിലുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കുക. നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തരുന്നത് മാത്രം എടുക്കുക, അത് കറക്റ്റ് എടുക്കുക. യുവ തലമുറയോട് പറയാനുള്ളത് 1, ദൈവപ്രമാണത്തിൽ നിന്ന് മാറരുത്. 2, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഗൗരവമേറിയ ദൈവിക വെളിപ്പാടുകളുണ്ട്. അതിന്റെ താഴത്തെ മണ്ഡലത്തിൽ മാത്രം നിൽക്കുന്നവരുണ്ട്. അവർ പറയുന്നത് ഒരിക്കലും കേൾക്കാതിരിക്കുക. കേട്ടുപോയാൽ കഴിഞ്ഞു, പിന്നെ നിങ്ങളെ കർത്താവ് പുതുതായിട്ട് ഒന്നും ഏൽപ്പിക്കത്തില്ല. ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നു കർത്താവിന് വേണ്ടി ഇനിയും ഒരുപാട് ചെയ്യാൻ നമുക്ക് കഴിയും. പണ്ട് കാലങ്ങളിൽ ഇല്ലാഞ്ഞ ഒരുപാട് പുതുമകൾ കർത്താവ് ഈ ദിവസങ്ങളിൽ പകരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വിശദീകരണം ഒന്നും പറയുന്നില്ല. ഒരിക്കലും ജീക്കോവ എന്ന് പറയുന്നൊരു മീറ്റിങ്ങിന് പോയി. ഗ്ലോബൽ കൺസൾട്ടേഷൻ ഓഫ് വേൾഡ് ഇവാഞ്ചലൈസേഷൻ കൊറിയയിൽ വെച്ച് നടന്ന ഒരു പ്രത്യേക മീറ്റിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് 4000-ഓളം മിഷണറിമാർ ഒരുമിച്ച് ചേർന്ന് 14 ദിവസത്തെ ഫാസ്റ്റിങ്ങുമായിട്ട്, 14-15
ദിവസത്തെ ഉപവാസവുമായിട്ട് അവർ നടത്തിയ ഒരു ഗ്ലോബൽ GCOVE ഗ്ലോബൽ കൺസൾട്ടേഷൻ ആയിരുന്നു. അതിനകത്ത് വെച്ചും പല പുതിയ പ്രവർത്തന രീതികൾ, പരിശുദ്ധാത്മാവിന്റെ പുതിയ ഉപകരണങ്ങൾ, പല രാജ്യങ്ങളിൽ ദൈവം ഇടപെടുന്ന പ്രത്യേക മെത്തേഡുകൾ എന്നിങ്ങനെ പലതിനെക്കുറിച്ച് കേൾക്കാനും കാണാനും ഒക്കെ ഇടയായി. അതിനകത്ത് ഇരുന്നവരൊന്നും സാധാരണക്കാരല്ല. പീറ്റർ വാഗനർ ആയിരുന്നു അതിന്റെ പ്രമാണി. എനിക്കൊന്ന് ലോകത്തിൽ ഇന്ന് ആത്മീയ തലത്തിൽ നിൽക്കുന്നതിൽ സ്പിരിച്വൽ വാർഫെയർ ഏരിയയിലും മറ്റും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ് പീറ്റർ വാഗനർ. അദ്ദേഹമൊക്കെ ആയിരുന്നു അതിനകത്ത് മെയിൻ ലീഡർഷിപ്പ് തന്നിരുന്നത്. അന്ന് ഇന്ത്യയിൽ നിഷിദ്ധമെന്ന് നമ്മുടെ ഈ താഴെക്കടയിലുള്ളവർ പറയുന്ന പലതും, ആത്മവിവശത ഉൾപ്പെടെ പലതിനെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ജോൺ ഓസ്റ്റൻ ചോദിച്ചൊരു ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. പോൾ യോങ്ങിച്ചവ് ചോദിച്ചൊരു ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകന്മാരിൽ ഇത്തരം ശുശ്രൂഷകൾ ചെയ്യാത്തത് ആരുണ്ട്? കാര്യം പ്രയോജനപ്പെടുന്നവർക്കെല്ലാം അറിയാം. അതിൻ്റെ ഒരു ലോവർ ലെവലിലുള്ളവർ ഒരിക്കലും ഇതിനെക്കുറിച്ച് പറയാറില്ല. ഒരു ലോവർ ലെവലിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. നമ്മൾ ഹയർ ലെവലിലോട്ട് പോവുകയാണെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ മുന്നോട്ട് പിശാചാര്യം തള്ളിയിടാൻ ശ്രദ്ധിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു പ്രവചനത്തിലൂടെ സിസ്റ്റർ മേരി ഗോകൂർ എന്നോട് പറഞ്ഞ ഒരു ദൂതായിരുന്നു. അന്ന് എനിക്ക് 25 വയസ്സ് കാണും. എൻ്റെ 25ാമത്തെ വയസ്സിൽ മേരി ഗോകൂരിനോട് മേരി ഗോകൂരിനോട് പറഞ്ഞൊരു ദൂത, നിന്നെ പലതിലും പുറകോട്ട് പിടിക്കാൻ പിശാച് ശ്രമിക്കും. ഒക്കാതെ വരുമ്പോൾ മുന്നോട്ട് തള്ളിയിടാൻ ശ്രമിക്കും. മുന്നോട്ടും പുറകോട്ടും വീഴാതെ സൂക്ഷിച്ചു, കർത്താവ് നിന്നെ നിർത്തും. അപ്പൊ ഈ മുന്നോട്ട് തള്ളിയിടുന്ന പലതും ഉണ്ട്. അതിനകത്ത് എക്സസ് ഒക്കെ പലതും പറയും. ദൈവജനത്തിൽ അങ്ങനെ ആണോ, അത് അത്രയും വേണോ? ഇതൊക്കെ സ്വയം ആലോചിക്കാനും തീരുമാനിക്കാനും കഴിയണം. ഇത്രയും കാര്യങ്ങളൊക്കെ യുവ ശുശ്രൂഷകന്മാർ സൂക്ഷിച്ചാൽ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക കുറച്ചു പേരെ കൂടെ പുതുതായിട്ട് കിട്ടാൻ വേണ്ടി. കാര്യം നമ്മുടെ പെന്തക്കോസ്ത് തീരാൻ പോവുക. ഇവിടെ ഒരു ആത്മീയ തലമുറ തീരാൻ പോവുക. പ്രായമുള്ള കുറെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും മാത്രമേ ചർച്ച് വരുന്നുള്ളൂ, അല്ലാതെ ആരും ചർച്ച് വരുന്നില്ല. യുവതലമുറയ്ക്ക് കിട്ടാൻ ഇതിനകത്ത് ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ഇത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആരും വരാത്തത്. അവരെ കർത്താവിലേക്ക് നേടാൻ ബാംഗ്ലൂരിലെ ദൈവത്തിന്റെ മഹാകരുണയാൽ നമ്മുടെ ചർച്ചിൽ വരുന്നവർക്കെല്ലാം അറിയാം. ഒന്നും രഹസ്യമല്ല, എല്ലാം ഇന്റർനെറ്റിലുണ്ട്. നമ്മുടെ 90%, ഇഫ് നോട്ട് 80%, 80 to 90% യുവാക്കളാ. കാര്യം അവർ ദൈവത്തിന് വേണ്ടി ആകൃഷ്ടപ്പെടുന്നവരാ. ഇപ്പോഴും എങ്ങനെ ഒരു 300-400 ചെറുപ്പക്കാർ ചർച്ചിനകത്തുണ്ട്. കാര്യം ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രേയർ നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് ഇരുന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെങ്കിൽ നിന്ന് പുതുത് പ്രാപിക്കാനും വേണ്ടി ഒരു 40 വയസ്സിന് താഴെയുള്ള പിള്ളേർ 300-400 എണ്ണം ഇപ്പോഴും ചർച്ചിനകത്ത് ഇരിപ്പുണ്ട്. ഞാനിവിടെ മാറിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാര്യം ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ഒരു തലമുറയുണ്ട്. ലീഡർഷിപ്പ് കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അതിന് യോഗ്യരായവരെ കർത്താവ് കണ്ടെടുക്കണം, ദൈവം തരണം. ഇന്ന് ഒരു മോൻ പാട്ട് പാടുമ്പോൾ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, ഈ മോൻ്റെ ശബ്ദത്തിനകത്തൊരു അഭിഷേകമില്ല. അവൻ നന്നായി പാടും, നല്ല ട്യൂണിൽ അവൻ പാടുന്നുണ്ട്, നല്ല പാട്ടാ. പക്ഷെ അവന്റെ ശബ്ദത്തിനകത്തൊരു അഭിഷേകമില്ല. ആ ശബ്ദവും കൊണ്ട് പാടിയാൽ ഒരാളിനകത്തോട്ട് ഈ പാട്ട് കയറത്തില്ല. കാതിനകത്ത് ഈ പാട്ട് കേട്ട് നന്നായിരുന്നത് പറഞ്ഞിട്ട് പോവുകയേ ഉള്ളൂ. നോ, നമുക്കതല്ല വേണ്ടത്. ഈ പാട്ട് അവന്റെ അകത്ത് നിൽക്കണം. ഇതിന് ആത്മീയമായിട്ട് ഇത് രൂപാന്തരപ്പെടണം. അത് വേണമെങ്കിൽ അവന്റെ ശബ്ദത്തിനകത്ത് ഒരു അഭിഷേകം വേണം. ഇന്ന് ശാരീരികമായി നല്ല സൗഖ്യമില്ലാതെ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഞാൻ പോയിരിക്കുന്ന സമയത്ത് തീരെ എൻ്റെ ശാരീരിക നിലപാട് മോശമാണ്. പക്ഷെ ഞാൻ ഇന്ന് 60ാമത്തെ ദിവസം ഫാസ്റ്റിംഗ് ഇല്ല. 60ാമത്തെ ദിവസം ഞാൻ ഒരു 1 ടൈമൊക്കെ ആഹാരം കഴിച്ചുകൊണ്ട് വാട്ട് യു കോൾ വെജിറ്റേറിയൻ മീൽ എടുത്തുകൊണ്ട് ഫാസ്റ്റിംഗ്. അപ്പോൾ അതിനനുസരിച്ച് ക്ഷീണവും മറ്റു പ്രയാസങ്ങളൊക്കെ ശരീരത്തുണ്ട്. ഇന്നങ്ങോട്ട് പോയിരിക്കുമ്പോൾ എനിക്ക് വലിയ പ്രയാസമായിരുന്നു ഇരിക്കാൻ. പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇന്ന് മെസ്സേജിന് കയറുന്നത് ഇന്നാരാ, ഇന്ന് വൈകിട്ടത്തെ മെസ്സേജ് എടുക്കുന്ന നമ്മുടെ ലോക്കൽ ചർച്ചിലുള്ള ഒരു ശുശ്രൂഷകനാണ് ഇന്നാരാ. ആ പുള്ളിക്കാരൻ കത്തിക്കും. ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കും വരുന്നത്. കാര്യം എൻ്റെ ശരീര ആത്മദേഹികളെ ബലപ്പെടുത്തുന്നതായിരിക്കും. ഭയങ്കര അഭിഷക്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരുമ്പം പറഞ്ഞു, ഇതൊക്കെയാണ് യങ്സ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, യുവാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാടെണ്ണത്തെ തള്ളിയിടുന്നത് പെൺപിള്ളേരുടെ കേസിലാണ്. ഒരുപാടെണ്ണത്തെ. ഇന്ന് 79ാമത്തെ വയസ്സിലാണ് ഞാൻ. ഇന്നും ഒരു പെൺകുട്ടിയെ മോളെ എന്ന് ഞാൻ വിളിക്കത്തില്ല. എൻ്റെ മക്കൾ ഒഴിച്ചാൽ ഒരെണ്ണത്തെ ഞാൻ മോളെ എന്ന് വിളിക്കത്തില്ല. ഇന്നലെ ഒരുത്തൻ എന്നോട് പറഞ്ഞ് ഞാൻ അവനെ സാറേ എന്നാണ് വിളിച്ചത്. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്. മെഡിക്കൽ ഡോക്ടർ ആയത് കാരണം എനിക്കൊന്നൊരു 30 വയസ്സാണ്. ഞാൻ അവനെ സാറേ എന്നാണ് വിളിച്ചത്, ഡോക്ടർ ആയതുകൊണ്ട്. എന്നോട് പറഞ്ഞു, എൻ്റെ അങ്കിളെ എന്നെ അങ്ങനെ വിളിക്കരുത്, എന്നെ മോനെ എന്നേ വിളിക്കാം. ഞാൻ പറഞ്ഞു, നീ മോൻ തന്നെയാണ്, പക്ഷെങ്കിൽ തൽക്കാലം ഞാൻ നിന്നെ മോനെ എന്ന് വിളിച്ചാൽ മറ്റവളെ മോളെ എന്ന് വിളിക്കണം. അത് വിളിക്കുന്ന സ്ഥിതിവിശേഷം വന്നാൽ എൻ്റെ ജീവിതത്തിൽ പെശക് തുടങ്ങും. അടുത്ത തലമുറയ്ക്ക് എന്നിൽ കുറ്റം കണ്ടുപിടിക്കാൻ കഴിയും. അത് വരാതെ സൂക്ഷിച്ചേ പറ്റൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പദം
ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. നിങ്ങൾ ക്രിസ്തുവിനെ നോക്കിയാൽ മതി, എന്നെ നോക്കണ്ടെന്ന് പറയുന്നത് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് അല്ല. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് നിങ്ങൾ എന്നെ നോക്കാൻ പറയുന്നതാണ്. അതുപോലെ നമ്മളൊരു സ്പോട്ട്ലെസ് ലൈഫ് നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുക്കാൻ, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. കൊടുക്ക വാങ്ങലുകൾ, ഇടപെടലുകൾ, സ്പർശനം, സംബോധന എന്നിങ്ങനെ പലതും. ഇത് നമ്മൾ സൂക്ഷിക്കാമെങ്കിൽ ദൈവം ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുക. അനോയിന്റിങ്, അഭിഷേകം ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അനോയിന്റിങ് വഹിക്കുന്ന പാത്രം, അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിനെ കുറിച്ച് ഇങ്ങനെ ഒരു സംസാരം കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആ സാഹചര്യത്തിൽ അങ്ങ് ചൂടായി പോയതാ, ആ സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് ചെയ്തു പോയതാ, ആ സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ എന്നൊക്കെ പറയാറുണ്ട്. ക്യാരക്ടർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്, ബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, 5 എന്നുള്ള അക്കം ഒരു ക്യാരക്ടറാണ്, 8 എന്നുള്ള അക്കം ഒരു ക്യാരക്ടറാണ്. അത് സാഹചര്യത്തിൽ ഇത് മാറുകയില്ല. ഇരുട്ടാന്നേലും വെളിച്ചമാന്നേലും പകലാന്നേലും രാത്രിയാണെങ്കിലും തണുപ്പാണേലും ചൂടാന്നേലും ഏയാ, അത് ക്യാരക്ടറാ. സിയാ, അത് മാറത്തില്ല, അത് ക്യാരക്ടറാ. ദൈവം നമുക്കൊരു സ്വർഗീയമായ ക്യാരക്ടർ തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. ദൈവം നമ്മളെ അതിനേക്കാൾ കൂടുതൽ തന്ന് ഏൽപ്പിക്കും. അഭിഷേകം കൊണ്ടു നടക്കുന്ന പാത്രം നമ്മുടെ ക്യാരക്ടറാണ്. അത് നമ്മൾ ഉണ്ടായിരിക്കണം. എനിക്കൊന്ന് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ദൈവത്തിന് ഇന്നും പുതുമകളുണ്ട്. അത് പ്രാപിക്കാൻ ദൈവസന്നിധിയിൽ ഇരുന്നേ മതിയാകും. നമ്മളെക്കാൾ പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകന്മാരിൽ ഒരാളിനെ കണ്ടാൽ ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തിക്കൊണ്ട് കർത്താവേ അടിയനോട് തരണേ എന്ന് ദൈവത്തോട് പറയണം. നമുക്ക് കിട്ടിയത് സൗജന്യമായി കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാം ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഇന്ന് 25 പേരുള്ള ചർച്ചാണ്, 50 പേരുള്ള ചർച്ച എന്ന് പറയുന്നത് എല്ലാം തമ്പുരാന് ഒരു 100 ഇരട്ടിയും കൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഒരു മൾട്ടിപ്ലൈ. ഈ ആദമിനെയും ഹവ്വയും ദൈവം സൃഷ്ടിച്ചങ്ങോട്ട് ആക്കിയേച്ച് യു ഇൻക്രീസ് എന്നല്ല പറഞ്ഞ്, മൾട്ടിപ്ലൈ എന്നാണ് പറഞ്ഞത്. എനിക്കിന്ന് 2 മക്കളെ ഉള്ളൂ. ദാറ്റ് വി ജസ്റ്റ് മെയിൻറ്റെയിൻഡ് ലെവൽ. എനിക്കും എൻ്റെ വൈഫിനുമായി 2 മക്കളെ ഉള്ളൂ. ഞങ്ങൾ അങ്ങ് ഭൂമിയിൽ നിന്ന് മാറുമ്പോൾ വേറെ 2 പേരെ അങ്ങോട്ട് മാറ്റിയേച്ച് ഞങ്ങൾ വി ആർ ജസ്റ്റ് മെയിൻറ്റെയിനിങ് ഇറ്റ്. അല്ലെങ്കിൽ 3 പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ വി മീ ഇൻക്രീസിങ് ദ ജനറേഷൻ. ബട്ട് ജീസസ് സെഡ്, ഗോഡ് ഓൾമൈറ്റി സെഡ് മൾട്ടിപ്ലൈ ചെയ്യാൻ ദൈവം പറഞ്ഞു. ചർച്ചസിനെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മളത് ഒരു പോളിസി ആയിട്ട് എടുക്കണം. വി നീഡ് ടു മൾട്ടിപ്ലൈ. അത് നമ്മുടെ കാഴ്ചപ്പാടായിരിക്കണം. ദൈവം അത് ചെയ്തു തരും. ഇനി ദൈവം അതിനുള്ള അവസരങ്ങൾ തരും. അതാ വേറൊന്ന്. എനിക്ക് ഒരു ഹെവി മേജർ സർജറിയാണ് നടന്നത് 9 വർഷത്തിന് മുമ്പ്. എനിക്കൊരു മേജർ സർജറി നടന്നത്. 400 കുത്തിക്കെട്ടുണ്ടായി. 400 കുത്തിക്കെട്ട്. ഡോക്ടേഴ്സ് പറഞ്ഞത് ഓപ്പറേഷൻ സ്റ്റേജ് ടേബിളിൽ നിന്ന് പുറത്തു വരാൻ 10% ചാൻസേ ഉള്ളൂ. ആദ്യം എൻ്റെ ഇളയ മോനെ എന്നെയും കൊണ്ട് ഡോക്ടറെ എടുക്ക പോയത്. ബോംബെയിൽ നിന്നൊരു ഡോക്ടറാണ് ബാംഗ്ലൂർ വന്ന് സർജറി ചെയ്തത്. ആ ഡോക്ടറെ എടുക്ക ചെന്നപ്പോൾ ഡോക്ടർ അന്നത്തെ കാര്യങ്ങളെല്ലാം കണ്ടു, മെഡിക്കൽ റിപ്പോർട്ടെല്ലാം കണ്ടേച്ച് പറഞ്ഞു, ശരി ഞാൻ ഓപ്പറേഷൻ വരാം, നീ സൈൻ ചെയ്തതാ, റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട്. ഇളയ മോൻ സൈൻ ചെയ്തു, ഞാൻ സൈൻ ചെയ്തു ഒരു ഫോമേൽ. എൻ്റെ ഇളയ മോനും സൈൻ ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞാണ് ഡോക്ടർ ഇവിടെ വരുന്നത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ അടുത്ത് അന്നത്തെ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അത് കണ്ടേച്ച് അയാൾ പറഞ്ഞു, ഇത് ഇച്ചിരി കൂടെ വഷളായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ മൂത്ത മോനോട് പറഞ്ഞു, അവനോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. അവസാനം എന്നെ തിയേറ്ററിലോട്ട് കയറ്റുന്ന സമയത്ത് എൻ്റെ വൈഫിനോട് പറഞ്ഞു, മാഡം ഇവന്റെ പൊസിഷൻ തീരെ മോശമാണ്, ഇറ്റ്സ് ഓൺലി 10% ചാൻസ് ഹി മേ കം ഔട്ട് ഓഫ് ദി ഓപ്പറേഷൻ ടേബിൾ, അതുകൊണ്ട് സൈൻ ചെയ്യാൻ പറഞ്ഞു. അവളും കൂടെ സൈൻ ചെയ്താൽ കയറിയത്. ദൈവത്തിന്റെ കരുണയാൽ ഞാൻ രക്ഷപ്പെട്ട് ഇറങ്ങി വന്നു. എൻ്റെ സർജറി കഴിഞ്ഞ് 3 മാസം തികയുന്നതിന് മുമ്പെയാണ് നോർത്ത് ഇന്ത്യ എന്നൊരാൾ എന്നെ വിളിക്കുന്നത്. 400 കുത്തിക്കെട്ട, അടുത്ത 1 വർഷം ബെഡ് റെസ്റ്റ് ആയിരിക്കണമെന്നൊരു ആശയമാണ് ഡോക്ടർ പറഞ്ഞത്. തീർത്തു പറഞ്ഞില്ല, സംതിങ് അങ്ങനെ ഒരു സൂചനയാണ് അദ്ദേഹം പറഞ്ഞത്. 6 മാസത്തേക്ക് എങ്ങും പോകരുതെന്ന് തീർത്തും പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് എൻ്റെ കണ്ടീഷൻ മാറി. പക്ഷേ 3 മാസം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് എന്നെ കുവൈറ്റിൽ നിന്ന് വിളിച്ചു ഒരു മീറ്റിങ്ങിനെ. അല്ല, ഞാൻ കുവൈറ്റിൽ പോയി മീറ്റിംഗ് എടുത്തു. മീറ്റിങ്ങിന് ചെല്ലാമെന്ന് ഞാൻ അവരോട് സമ്മതിച്ചു. വീൽ ചെയറിലാണ് പോയത്. ഫ്ലൈറ്റിൽ എനിക്ക് വീൽ ചെയർ കിട്ടി. ഞാൻ വീൽ ചെയറിലാണ് അവിടെ ചെന്നിറങ്ങിയത്. കുവൈറ്റിൽ പോകാൻ സമ്മതിച്ച് കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2.5 മാസമായപ്പോൾ നോർത്ത് ഇന്ത്യ എന്നൊരാൾ എന്നെ വിളിച്ചു. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിന് പോകുന്നില്ല. അങ്ങോട്ട് ഒരാൾ എന്നെ വിളിച്ചു. MA വർഗീസിനെ വിളിച്ചൊരു കൺവെൻഷൻ നടത്താൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് എന്നെ വിളിച്ചയാൾ മലയാളിയല്ല, എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടും. ഇപ്പം എന്നെ അവിടെ ഇട്ട് തട്ടാനാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എങ്ങും പോകണ്ട എന്നുള്ള ഒരു നിഗമനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ശരീരത്തിന് ഒട്ടും ആരോഗ്യമില്ല, വരാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളി പറഞ്ഞ്, അങ്ങനെയൊന്നുമല്ല, എന്നോട് ദൈവാത്മാവ് ബൈ നെയിം എന്നോട് പറഞ്ഞതാണ് MA വർഗീസിനെ വിളിക്കാൻ. ഞാൻ പറഞ്ഞു, MA വർഗീസന്മാർ പ്രസംഗിക്കുന്ന ഒരു പലരുണ്ട്, വേറെ ഏതെങ്കിലും ഒരു MA വർഗീസിനെ വിളിച്ചാട്ടെ,
എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അബദ്ധത്തിന് ഞാനൊരു വാചകം പറഞ്ഞു, നമ്മൾ തമ്മിൽ പേഴ്സണലി പരിചയമില്ലല്ലോ. എൻ്റെ പാസ്റ്ററെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ഒരു മലയാളി ലീഡർ അതേ സ്ഥലത്തു നിന്ന് വിളിച്ചത് എന്നോട് പറഞ്ഞു, ഡോക്ടർ PG വർഗീസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇന്നാരാണ്, എന്നെ അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം. നമ്മുടെ ഗ്രൂപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കാര്യം വിളിച്ചയാളിനെ പരിചയമില്ലാത്തതുകൊണ്ട് വരുന്നില്ല എന്നൊരു സൂചന കിട്ടി. അത് വേണ്ട, നമ്മൾ പരിചയമുള്ളവരാണ്, ഇവിടെ വരണം, നിന്റെ പേര് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫ്ലൈറ്റ് ഇറങ്ങിയാൽ 3 മണിക്കൂർ കാറിൽ യാത്ര ചെയ്യും. ആ നോർത്ത് ഇന്ത്യയിലെ റോഡുകളാണ്. 3 മണിക്കൂർ വില്ലേജ് റോഡിൽ കൂടെ 3 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു ഹില്ലി ഏരിയയിലെ കൺവെൻഷൻ. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് പോകാൻ പറഞ്ഞു. മക്കൾ എതിർത്തു, ചർച്ച എതിർത്തെന്ന് പറഞ്ഞാൽ നോ എന്നാരും പറഞ്ഞില്ല. റീതിങ്ക് എന്നോട് ആരും നോ എന്ന് പറയുന്ന ഒരു പതിവ് ഇതുവരെ ഇല്ല. കാര്യം ഞാൻ ഇപ്പോഴും സ്വന്തം കാലിൽ നടക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒത്തിരി റീതിങ്ക് ചെയ്തു. പൊക്കോളാൻ ദൈവാത്മാവ് ഒരു ഗൈഡൻസ് തന്നു. ഞാൻ ഇവിടുത്തെ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പ്രസംഗിക്കാൻ വരാം, പക്ഷെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന്റെ സ്ഥിതി തീരെ മോശമായതുകൊണ്ട് ഒരു മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാൻ ഒത്തില്ലെങ്കിൽ എനിക്ക് പകരം പ്രസംഗിക്കാൻ ഒരാളിനെ വേണം, ഒരാളിനെ കരുതിയേ പറ്റുള്ളൂ. എനിക്കൊന്നൊരു സാഗർ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ അവർ കരുതി. സാഗറിനെ ബേസിക്കലി അവർ ഇട്ടത് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. കൊളോക്കിയൽ വില്ലേജ് ഹിന്ദിയിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യും. അഥവാ ഇടയ്ക്ക് വീണുപോയാൽ സാഗർ പ്രസംഗിച്ചോളൂ. നല്ല പ്രസംഗകനാണ്, ദൈവവചനം നന്നായി ശുശ്രൂഷിക്കും. അങ്ങനെ ഒരാളിനെ എടുത്തിട്ടുണ്ട്, വരാൻ പറഞ്ഞു. ചെന്നു, പാസ്റ്ററെ ക്ഷമിക്കണം, ഞാൻ ഫിഗർ പറയത്തില്ല, ഈ ആയുസിൽ ഒരു സിംഗിൾ കൺവെൻഷന് പ്രസംഗിച്ചതിൽ ഏറ്റവും അധികം പേർ സ്നാനത്തിന് സമർപ്പിച്ചത് അന്നായിരുന്നു. അത്രയും വീക്ക്നെസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ കണ്ണ് വിശ്വസിക്കാൻ പ്രയാസമായി. എന്തോ ഒരു ആരോഗ്യം ദൈവം തന്നു, ഞാൻ പ്രസംഗിച്ചു. ഞാനൊരു ഓൾട്ടർ കോൾ കൊടുത്തു. ഒരു കൂട്ടം അങ്ങ് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞില്ല, ഫിഗർ ഞാൻ പറയുന്നില്ല, ദൈവനാമത്തിന് അപമാനമായി കണ്ട അപവാദികൾ, അതിനെക്കുറിച്ച് മറുപടി പറയേണ്ട. അപവാദികളെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഫിഗർ പറയാതിരിക്കുക. അതുപോലെ ആൾ എഴുന്നേറ്റു. ഞാൻ എല്ലാവരോടും ദയവ് ചെയ്തിരിക്കാൻ പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ എന്തോ പറയുന്നു. ഞാൻ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ ഒരിക്കലും രക്ഷിക്കപ്പെടാൻ വേണ്ടി ഓൾട്ടർ കോൾ ഈ ദിവസങ്ങളിൽ കൊടുക്കാറില്ല. രക്ഷ സ്നാനവും കൂടെ ചേർത്താണ് ഞാൻ ഓൾട്ടർ കോൾ കൊടുക്കുന്നത്. യേശുവിനെ രക്ഷിതമായി അംഗീകരിക്കാൻ സ്നാനപ്പെടുക, അതായിരിക്കും ഞാൻ കൊടുക്കുന്ന ഓൾട്ടർ കോൾ. ഞാൻ തെക്കേ ഇന്ത്യയിലോട്ട് വന്നാലോ എൻ്റെ ചർച്ചിലാണ് ഒരു ഓൾട്ടർ കോൾ കൊടുക്കുന്നത്, വേർപാട് സഹിതമാണ്. കാര്യം അത് നേരത്തെ ചെയ്തിരുന്നില്ല, ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ഓൾട്ടർ കോൾ കൊടുത്തു, ആളുകളെ ഇരുത്തി ഞാൻ പറഞ്ഞു ഞാൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, മുഴുവൻ കാര്യങ്ങളും ഒന്നുകൂടെ പറഞ്ഞു. ഇനിയും ഈ തീരുമാനത്തിൽ കർത്താവിന് വേണ്ടി രക്ഷിതമായി സ്വീകരിച്ച് സ്നാനപ്പെടാൻ തയ്യാറുള്ളവർ എഴുന്നേറ്റോളാൻ പറഞ്ഞ് അത്രയും ആൾ എഴുന്നേറ്റു. ഞാൻ സാഗറിനോട് പറഞ്ഞു, സാഗറെ എൻ്റെ ആരോഗ്യം തീർന്നു, ദയവ് ചെയ്ത് നീ ആളുകളെ ഇരുത്തിയിട്ട് നിന്റെ കൊളോക്കിയൽ ഹിന്ദിയിൽ തന്നെ ഒന്ന് പറഞ്ഞുകൂടെ എന്തോ നമ്മൾ മീൻ ചെയ്തതെന്ന്. കാര്യം ഐ കാനോട്ട് ബിലീവ് മൈ ഓൺ ഐസ്. അതുപോലെയാണ് ആളുകളെ കാണുന്നത്. സാഗറിന്റെ ഒക്കെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു, എന്റെയും കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. ആ ലെവലിൽ സാഗർ മൂന്നാമത്തെ പ്രാവശ്യം സാഗർ അവസരം കൊടുത്തു. അത്രയും ആളുകൾ കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നത് കണ്ടു. എൻ്റെ ബലഹീനതകളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എനിക്ക് നന്നായി കാണാൻ കഴിയും. ഇതൊക്കെ യുവതലമുറ അറിയണം. ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ദൈവപ്രമാണത്തിൽ നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ട്രസ്റ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. ഞാൻ എന്നോട് തന്നെ കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വർഗീസേ, ക്യാൻ ദി ഓൾമൈറ്റി ഗോഡ് ട്രസ്റ്റ് യു? ക്യാൻ ഗോഡ് ട്രസ്റ്റ് യു വിത്ത് an anointing? Can God trust you with so many members? Can God trust you with this church? Can God trust you with this gift? ഇന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. യെസ് ലോർഡ് എന്ന് എൻ്റെ തന്നെ വായിൽ നിന്ന് വരാൻ ഞാൻ തന്നെ ആഗ്രഹിക്കുന്നു. എനിക്കൊന്ന് ഇതിൽ കൂടുതൽ ഒരു ഉപദേശം പറയാൻ എനിക്ക് അറിയാൻ വയ്യ പാസ്റ്ററെ. ദിസ് ഈസ് ദ ടോപ്പ് ഓൾ വാട്ട് ഐ നോ. ആമേൻ, ആമേൻ. വളരെ വ്യക്തമാണ്. വളർന്നു വരുന്ന യുവതലമുറയ്ക്കും പ്രത്യേകിച്ച് യുവ സുവിശേഷകരോടുള്ള ബന്ധത്തിലും അവർ ഒഴിവാക്കേണ്ടുന്നതായ കാര്യങ്ങളെക്കുറിച്ചും അവർ അവലംബിക്കേണ്ടുന്നതായ വളരെ വ്യക്തമായ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ ദാസന് പങ്കുവയ്ക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും അനേക പ്രിയപ്പെട്ടവർ, എല്ലാവരും അല്ലെങ്കിൽ പോലും ചിലരെങ്കിലും ഈ പറയപ്പെട്ടതായ കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കുകയും ശുശ്രൂഷാ മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആകട്ടെ, ഞങ്ങൾ ഈ പറയപ്പെട്ടതായ സംഭവങ്ങൾ എല്ലാം തന്നെ സുവിശേഷ വരെയുള്ള ബന്ധത്തിലും പ്രത്യേകിച്ച് ബഥേൽ AG സഭയോടുള്ള ബന്ധത്തിലും പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ബഥേൽ AG സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ദർശനം
എന്താണ് എന്ന് ഒന്ന് ചുരുക്കം വാചകങ്ങൾ പറയാമോ? ഉന്നതമായ കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടം ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുക എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ചർച്ചിന്റെ ന്യൂമറിക്കൽ ഗ്രോത്ത്, അംഗസംഖ്യയുടെ വർധന നിശ്ചയമായും പ്രധാനപ്പെട്ടതാണ്. അതേസമയം തന്നെ എഴുന്നേൽക്കുന്ന ശുശ്രൂഷകന്മാർ വളരെ പ്രധാനമാണ്. ദൈവത്തിന്റെ കരുണയാൽ ഏതാണ്ട് 40ഓളം വർഷങ്ങൾ ഞാൻ ഈ ചർച്ചിൽ ശുശ്രൂഷിച്ചു. അതോടുകൂടെ തന്നെ 1983 മുതൽ തുടങ്ങിയത്. അതോടുകൂടെ തന്നെ ഞാൻ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തിലെ ഒരു 60ഓളം രാജ്യങ്ങളിലും 7 ഭൂഖണ്ഡങ്ങൾ കവർ ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാറുണ്ട്. ഈ പോകുന്നിടത്തുനിന്നൊക്കെ കൈവപ്പും അഭിഷേകവും ഒക്കെ ആയിട്ട് ആളുകൾ എഴുന്നേറ്റിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ നമ്പർ എനിക്ക് പറയാൻ അറിയാൻ വയ്യ. മലയാളികൾ മാത്രം എഴുന്നേറ്റവർ 1500-ലധികം ശുശ്രൂഷകന്മാർ ദൈവകൃപയാൽ ഇന്നുണ്ട്. അധികം ബൈബിൾ സ്കൂളുകൾക്ക് അത് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികം മലയാളി സഭകൾക്ക് അത് പറയാനൊക്കത്തില്ല. ഞാനിതൊക്കെ പരസ്യമായിട്ട് വരുമ്പോൾ ചെകുത്താനങ്ങ് വല്ലാതെ ഇളകും. അവൻ ഭയങ്കര കോപമാകും, ഇല്ലാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കും. അവനെ ഇങ്ങനെ അലച്ചു വിളിച്ചുകൊണ്ട് നടക്കും. എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ പലതും പറയാതിരിക്കുക. പക്ഷെ ഇന്ന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തുകൊണ്ടോ ഐ എം ഓപ്പണിങ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല രാജ്യങ്ങളിലും യാത്ര ചെയ്തപ്പോൾ ഓരോ സഭകളിലും കയറുമ്പോൾ അവിടെ വിളിച്ചു ചോദിക്കാറുണ്ട്, ബഥേലിൽ നിന്ന് വന്ന എത്ര പേരുണ്ടെന്ന്. എവറി സിംഗിൾ നേഷൻ വേർ ഐ ട്രാവൽ, എവറി സിംഗിൾ ചർച്ച് വേർ ഐ ഗോ ഇൻ, കുറഞ്ഞാലും ഒരു 5 പേരെ കണ്ടിട്ടുണ്ട് ബഥേലിൽ നിന്ന്. ഞാൻ പറഞ്ഞ 20 പേരുള്ള ചർച്ചിൽ പോകുന്ന കാര്യമല്ല, അങ്ങനെയുള്ളവരെന്നെ വിളിക്കാറില്ല. അല്പം കൂടെ വലിപ്പമുള്ള ചർച്ചസ് ആയിരിക്കും വിളിക്കുന്നത്. 100ഉം 150ഉം ഒക്കെ പേരുള്ള ചർച്ചസ് പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ ബഥേലിൽ നിന്ന് വന്ന എത്ര പേരുണ്ട് ആളുകൾ എഴുന്നേക്കുന്ന കാണാം. 1500-ലധികം ശുശ്രൂഷകന്മാരെ ദൈവത്തിന്റെ കരുണയാൽ ബഥേൽ പുറത്തുവിട്ടു. ഇന്നും ഞങ്ങളുടെ ഓർഡിനേഷനിൽ നിൽക്കുന്നവര് 170ഓളം പേരുണ്ട്. ഞങ്ങളുടെ ഓർഡിനേഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നവർ 170ഓളം പേരുണ്ട്. അങ്ങനെ ആളുകളെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഭാവിയായി ഞാൻ കരുതുന്നത്. പിന്നെ ബാംഗ്ലൂരിൽ ദൈവം എന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് ദൈവം എന്നെ ഒത്തിരി സഹായിച്ചു. ഞാൻ എൻ്റെ പേർക്ക് പൈസ ഉണ്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൈവം എന്നെ ട്രസ്റ്റ് ചെയ്തു, എന്നെ തന്നു. ഞാനൊരു കൊച്ചു എക്സാമ്പിൾ ഇങ്ങനെ പറയാം. പത്രോസിന്റെ ആരംഭ ജീവിതത്തിൽ എനിക്ക് എന്നാ കിട്ടുമെന്നുള്ളായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. പടകും വലയും ഒക്കെ വിട്ടേച്ചു വന്നാണ് എനിക്ക് എന്നാ കിട്ടുമെന്നായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ദൈവം കൊടുത്തായിട്ട് എനിക്കറിയത്തില്ല. പക്ഷെ പത്രോസിനെ പിന്നത്തേതിൽ ദൈവം അഭിഷേകം ചെയ്തു. ദൈവം അഭിഷേകം ചെയ്ത ശേഷം മുഴു സഭയ്ക്കും ആവശ്യമുള്ള ആഹാരം വിളമ്പാൻ ആവശ്യമുള്ള പണം അദ്ദേഹത്തിന്റെ കാൽക്കൽ വന്നു. സാധാരണക്കാർ അവരുടെ വസ്തുവകകൾ വിറ്റ് പണം മുഴുവൻ കൊണ്ട് പത്രോസിന്റെ കാൽക്കൽ വെച്ചു. പത്രോസ് അതിനകത്ത് കൈയിട്ട് വാരത്തില്ല എന്നൊരു സാഹചര്യത്തിൽ ദൈവം വന്ന് എനിക്ക് എന്നാ കിട്ടും എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് അദ്ദേഹത്തിന് ഈ വേറൊരു സാഹചര്യത്തിലേക്ക് ദൈവം കൊണ്ടുവന്നതോടെ അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഏൽപ്പിച്ചു. പക്ഷെ ഏൽപ്പിച്ച പണത്തിന് അദ്ദേഹം അക്കൗണ്ടബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവം എനിക്ക് പൈസ തന്നിട്ടുണ്ട്, എനിക്കെന്ന് പറഞ്ഞാൽ ചർച്ചിന് പൈസ തന്നിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു ദൈവഹിതത്തിന് ഒത്തവണ്ണമായിരിക്കണം. അത് അടുത്ത തലമുറയ്ക്ക് പ്രയോജനമാകണം. 5 പൈസയുടെ ജോലി ചെയ്യാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന പുള്ളികളുണ്ട്. എന്നിട്ട് എനിക്ക് വല്ലതും കഴിക്കാൻ തരാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു, നീ പോയി ജോലി ചെയ്തേ പറ്റുള്ളൂ. ജോലി ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കരുതെന്ന് ഒരു പ്രമാണം കൂടെ ഉണ്ട്. അത് ഉപദേശിനി പോലും ജോലി ചെയ്ത് വേണം ജീവിക്കാൻ. ഞാനത് ചെയ്ത് ജീവിച്ചു. എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്ന പണം നാളത്തേതിൽ ഭാവിക്ക് പ്രയോജനപ്പെടുന്നത് എന്തെങ്കിലും ആകണം. ഇന്ന് ബാംഗ്ലൂരിന്റെ സാഹചര്യത്തിൽ ആളുകൾ പെന്തക്കോസ്തുകാർക്ക് ഒരുമിച്ച് കൂടാൻ ഒരു കൺവെൻഷൻ ഫീൽഡ് ഇല്ല, ബാംഗ്ലൂർ പട്ടണത്തിലില്ല. ഒരുപാട് കോടികൾ കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ കരുണയാൽ ഒരു കൺവെൻഷൻ ഫീൽഡ് ഒരു 15 ഏക്കർ വാങ്ങിച്ചിടാൻ ദൈവം കൃപ തന്നു. വലിയ വൈരാഗ്യമുള്ളവരുണ്ട്, അസൂയുള്ളവരുണ്ട്, ഭയങ്കരമുണ്ട്. ഇതെല്ലാം അവരുടെ കയ്യിലിരിക്കും. എൻ്റെ കയ്യിൽ കിട്ടുന്നത് എണ്ണിയെടുക്കാനും യോഗ്യമായി ഉപയോഗിക്കാനും കൃപയാൽ കർത്താവ് അവസരം തന്നു. ഇപ്പൊ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. വരുന്നവർക്കെല്ലാം ആവശ്യമുള്ള അല്പസ്വല്പമായ അക്കോമഡേഷൻ, മേ ബി 2 ചായയും വീതം കൊടുക്കാനാണെങ്കിലും ഒത്തിരിയൊക്കെ വേണം. ഒരു ദിവസം 2000 ചായ 3000 ചായ ഒരു ദിവസം വേണ്ടി വരും. അത് ചുമ്മാ ഒന്നും ഉണ്ടാകത്തില്ല. അതിനാവശ്യമുള്ളത് ഇവിടെ എടുക്കണം. നാളത്തേക്ക് ഉപദേശിമാരെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ഇത് വേണം. ഞാൻ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ കയ്യും കെട്ടിക്കിടന്നിരിക്കുകയാണ്, എനിക്ക് കഴിക്കാൻ നീ ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കത്തില്ല. കാര്യം അതല്ല ഒരു എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതല്ല. ആ ലെവലിൽ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുമായിരിക്കും. പക്ഷെ ദൈവം എന്നെ ഏൽപ്പിച്ചത് ദൈവത്തിന് വേണ്ടി യുക്തമായി യോഗ്യമായി. അക്കൗണ്ടിങ്, ഞാൻ ചാൾസ് പ്രഭാകർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടെ ഓഡിറ്റ് ചെയ്യുന്നത്.
ഞാൻ ചാൾസ് പ്രഭാകരോട് തീർത്തു പറഞ്ഞിട്ടുണ്ട്, 1 rupee റൈറ്റ് ഓഫ് എന്ന് പറയുന്ന ഒന്ന് ബഥേലിന്റെ ഹിസ്റ്ററിയിൽ ഇല്ല. ചാൾസ് ദയവായിട്ട് അത് ചെയ്യരുത്. ഒരൊറ്റ രൂപയുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർക്കുണ്ട് 0.01% ഏതാണ്ട് റൈറ്റ് ഓഫ് ചെയ്യാം എന്ന് അവർക്ക് റൈറ്റ് ഉണ്ട്. നോ, അത് ബഥേലിന്റെ വകയല്ല, ഞങ്ങൾക്ക് ഇത് പറ്റത്തില്ല. ഇത് പ്രോപ്പർ വൗച്ചറും പ്രോപ്പർ പോളിസിയും വേണം. ഇന്ത്യൻ ഗവൺമെന്റ് ഞങ്ങളെ സ്ക്രൂട്ടണിക്ക് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നോർമൽ ചർച്ചസ് പലതും ഒരു വലിപ്പം ഒരു ലെവൽ കഴിഞ്ഞാൽ സ്ക്രൂട്ടണിക്ക് എടുക്കും. 2 വർഷത്തിൽ ഒരിക്കൽ, 5 വർഷത്തിൽ ഒരിക്കൽ സ്ക്രൂട്ടണിക്ക് എടുക്കും. തുടർച്ചയായി 6 വർഷം സ്ക്രൂട്ടണി ചെയ്ത ഒറ്റ ചർച്ച എൻ്റെ അറിവിലുള്ളത് എൻ്റെതാണ്. തുടർച്ചയായി കണ്ടിന്യൂസ്ലി ഇന്ത്യൻ ഗവൺമെന്റ് 6 വർഷം സ്ക്രൂട്ടണിക്ക് എടുത്ത ചർച്ച എൻ്റെതേ ഉള്ളൂ. എൻ്റെ അറിവിൽ സ്ക്രൂട്ടണിക്ക് എടുത്തു. ദൈവത്തിന്റെ കരുണയാൽ 1 രൂപയുടെ പോലും വ്യത്യാസമില്ല, ഒറ്റ രൂപയുടെ വ്യത്യാസമില്ല. കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കുന്നു. ഞാൻ ദൈവത്തോടും മനുഷ്യരോടും ഒരുപോലെ അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്നു. ഇതൊക്കെ എൻ്റെ വേലയുടെ ആരംഭകാലത്ത് പരിശുദ്ധാത്മാവ് വ്യത്യസ്ത പ്രവാചകന്മാരിൽ കൂടെ ഇടപെട്ട പല ആലോചനകളുമാണ്. അപ്പൊ ഇതിങ്ങനെയൊക്കെയുള്ള ദൈവിക ആലോചനകൾ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കർത്താവ് നമ്മൾ സുഖമായിട്ട് അങ്ങ് നടത്തും. പാസ്റ്ററെ, കർത്താവിന്റെ വേല ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനാണ് കർത്താവ് ചെയ്യും. ഒരു ദിവസം ആരെങ്കിലും തല്ലിക്കൊന്ന് കളയും, ദാറ്റ്സ് ഓക്കെ. അതുവരെ മുന്നോട്ട് പോകാം. ഞാൻ എൻ്റെ ചർച്ചിൽ അതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും യാത്രയിലായിരിക്കുമ്പോഴാണ് ആരെങ്കിലും തല്ലിക്കൊന്ന് കളയുന്നതെങ്കിൽ, മരിക്കുന്നതെങ്കിൽ എൻ്റെ ബോഡി തിരിച്ചു കൊണ്ടുവരാൻ പോലും നിങ്ങൾ അധികം ബുദ്ധിമുട്ടുണ്ട. എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഞാൻ വന്നാൽ അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ചെലവിലായിരിക്കും കാര്യങ്ങൾ, അതും സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ പോകാറുണ്ട്. എങ്കിലും യാത്ര ചെയ്യുന്നുണ്ട്, കർത്താവ് മാനിക്കുന്നു. ഓക്കെ ഞങ്ങളെ വളരെ വ്യക്തമാണ് ഈ പറഞ്ഞ ഒരു ചോദ്യത്തിനുള്ള മറുപടിയും. ബഥേലേജി സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ബാംഗ്ലൂർ പട്ടണത്തിൽ ആ ദേശത്തിന് ഒരു മാധ്യസ്ഥം വഹിക്കുന്ന നല്ല ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിച്ചു. ഇന്നും ആ നിലയിൽ അത് വളർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിൽ പദ്ധതിയിട്ടിരിക്കുന്ന അനേക കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് അതിൻ്റെതായ നിലയിൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവ് അതിനായി ഒരുക്കട്ടെ. ആകട്ടെ, പൊതുവിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന ആവേശകരമായ എന്തെങ്കിലും കാര്യങ്ങൾ പ്രേക്ഷകരോടുള്ള ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചില കാര്യങ്ങൾ പറയാൻ അവസരങ്ങളെ വേർതിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിവുള്ളിടത്തോളം ദൈവത്തിന് വേണ്ടി ദൈവപ്രമാണത്തിൽ ജീവിക്കുക. ഏതായാലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് യേശുവിന് വേണ്ടി തന്നെ പ്രമാണപ്രകാരം ജീവിക്കുക. മലയാളത്തിൽ ഞങ്ങളുടെ കൊച്ചിലെ പറഞ്ഞാടുണ്ടായിരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, നായ്ക്കോലം കെട്ടിയാൽ കുരച്ചേ പറ്റൂ. നായയുടെ വേഷം കെട്ടിയാൽ കുരച്ചേ പറ്റൂ. ഒരു ക്രിസ്ത്യാനിയുടെ വേഷം കെട്ടിയാൽ ക്രിസ്ത്യാനിയായി ജീവിച്ചേ പറ്റൂ. അതിന് താണതരത്തിലുള്ള ഒരു ജീവിതം പോരാ. നമ്മുടെ ചർച്ച് വളരാനുള്ള കാരണങ്ങളിൽ ഒന്ന്, പൊതുസമൂഹം ത്യജിക്കുന്ന, ശുശ്രൂഷയിൽ നന്നായി പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകന്മാരുണ്ട്. അങ്ങനെയുള്ളവരെ പൊതുസമൂഹം ത്യജിക്കും. കാര്യം പിശാചിന് അവരെ തീരെ ഇഷ്ടമല്ല. അവരെക്കുറിച്ച് ഒത്തിരി ഇല്ലായ്മയും മറ്റു കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ഒരളവിൽ നമ്മൾ അന്വേഷിക്കുകയും ഒത്തിരിയൊക്കെ പ്രാർത്ഥിക്കുകയും ഈ പറയുന്ന വ്യാജമാണെന്ന് മനസ്സിലായാൽ അവരാണ് പിശാചിന് ദോഷം ചെയ്യുന്നവരെന്ന് കണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന, അവരെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഞങ്ങൾക്കുണ്ടായിരുന്നു. അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് വളരാൻ കഴിയും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചർച്ചിൽ എൻ്റെ കൈകൊണ്ട് സ്നാനപ്പെട്ടതിൽ ചിലർ, എല്ലാവരും അല്ല, ചിലരെ സാത്താനെ ആരാധിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് വന്നവരുണ്ട്. ലിറ്ററലി രാത്രികളിൽ കറുത്ത വസ്ത്രമിട്ട്, പെൺപിള്ളേരാണെങ്കിൽ മുടി അഴിച്ചിട്ട് പോയി സാത്താൻ സഭയിൽ ഇരുന്ന് സാത്താനെ ആരാധിച്ചവർ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ ചർച്ചിലുണ്ട്. ഏതാണ്ട് 1990 മുതൽ സാത്താനെ ആരാധിക്കുന്നവരെ കുറിച്ച് പലതും ഞാൻ പഠിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. കാര്യം നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ നന്നായി അറിയാതൊന്നും വേല ചെയ്യാനൊക്കത്തില്ല. പട്ടാളത്തിൽ അങ്ങനെ, ഞാൻ പട്ടാളക്കാരനാ. ശത്രുവിനെ നന്നായി അറിയാതെ ഉച്ചയ്ക്ക് ഉണ്ടേച്ച് കിടന്ന് ഉറങ്ങുന്നവന് ശത്രുവിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ യുദ്ധഭൂമി നിൽക്കുന്നവൻ അറിഞ്ഞേ തീരൂ. അതുകൊണ്ട് ശത്രുവിനെ കുറിച്ച്, സാത്താനെ കുറിച്ച് പഠിക്കാറുണ്ടായിരുന്നു. ഈ സാത്താൻ ആഗ്രഹിക്കുന്ന ഒന്ന്, ദൈവനാമത്തെ അപമാനിക്കുക. റോമൻ കത്തോലിക്ക പള്ളികളിൽ നിന്ന് ഓസ്തി അവര് അനുഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഓസ്തി മോഷ്ടിച്ചോണ്ടു, അവരനുഗ്രഹിച്ചു വെച്ചിരിക്കുന്ന വീഞ്ഞ് മോഷ്ടിച്ചോണ്ടു, അത് കൊണ്ടുപോയി സ്ത്രീകളിൽ നിന്ന് വരുന്ന മലിന രക്തവുമായി കലർത്തും, മനുഷ്യന്റെ ഉച്ഛിഷ്ടവുമായി കലർത്തും. അവര് പറയുന്നത് അതുകൊണ്ട് യേശുവിന്റെ നാമം അപമാനിക്കപ്പെടുമെന്ന്. ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരളവിൽ അത്രയും മാത്രം അറിവുള്ളവരുടെ മുമ്പിൽ യേശുവിന്റെ നാമം അപമാനിക്കപ്പെടുക.
അങ്ങനെ യേശുവിന്റെ നാമം അപമാനിച്ചാൽ അത് ലൂസിഫറിന് ആരാധനയായി മാറും. ഒരു ദൈവദാസനെ അപമാനിക്കുന്നെങ്കിൽ അത് ദൈവത്തെ അപമാനിക്കുന്നതിന് ഈക്വലല്ല. ഒരു ദൈവദാസനെ കുറിച്ച് അവൻ കള്ളനാന്ന് പറഞ്ഞാൽ മതി, യേശുവിനെ കള്ളനാന്ന് വിളിക്കുന്നതിന് തുല്യമാണ് ലൂസിഫറിനെ ആരാധിക്കുക. ലൂസിഫറിനെ ആരാധിക്കുന്ന ഒരുപാട് പേര് ആത്മമണ്ഡലത്തിലുണ്ട്. ഇവന്റെയൊക്കെ പുറംകൂട് ഇരിക്കുന്നിടത്തോളം കാലം നമുക്കിവനെ അറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ അപമാനിക്കാതെ, ദൈവത്തെ അപമാനിക്കാതിരിക്കുന്നത് നല്ലതാണ്. സാധാരണക്കാരൻ സൂക്ഷിക്കേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പിശാചി വീഴ്ത്തുന്നത് ഈ ഒരു മണ്ഡലത്തിലാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓർത്തു, ദുഃഖവെള്ളിയാഴ്ചയുടെ ദിവസം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ യൂദായെ കുറിച്ച് പറഞ്ഞു. യൂദായിക്ക് യേശുവിനോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നും അല്ല യേശുവിനെ ഊറ്റിയത്. യൂദായുടെ പ്രതീക്ഷ യേശു ചാകത്തില്ല, എങ്ങനെയും രക്ഷപ്പെട്ടുള്ളൂ. യേശുവിനെ കൊന്നിട്ട് യൂദായിക്ക് കാര്യമൊന്നുമില്ല. അപ്പം ഒരു 30 വെള്ളിക്കാശ് എന്നുള്ളായിരുന്നു ആ പുള്ളിയുടെ വിഷയം. ഒരു ക്രിസ്ത്യാനിയെ, ഒരു യഥാർത്ഥ ആത്മീയനെ ചീത്ത പറയാമെങ്കിൽ നന്നായി കാശ് കൊടുക്കുന്ന കാശുകാര് ആത്മീയരുടെ വേഷം ധരിച്ചവരുണ്ട്. ഇപ്പം എനിക്കറിയാം, ആരെങ്കിലും നല്ല ഒരു ആത്മീയനെ 4 ചീത്ത വിളിക്കാമെന്ന്, നിനക്ക് 1 ലക്ഷം രൂപ തരാമെന്ന് പറയുന്ന പലരുണ്ട്. നിനക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തന്നേക്കാം, അവനെക്കുറിച്ച് വ്യാജം പറയുന്നവരുണ്ട്. കുറഞ്ഞ പക്ഷം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന 1000 കാശെങ്കിലും കിട്ടുമല്ലോ, അതിനുവേണ്ടി ദൈവദാസന്മാരെ കുറ്റം പറയുന്നവരുണ്ട്. അവരോട് ചേർന്ന് കറക്റ്റ് ആണെന്ന് പറയുന്ന രണ്ടാമതൊരു വിഭാഗമുണ്ട്, ആത്മീയരെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ. പൊതുജനത്തെ സൂക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ഏൽപ്പിക്കുക. ക്ഷമിക്കപ്പെടാത്ത പാപമാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ പഴയ നിയമത്തിലുണ്ട്. വേറൊരു സമയത്ത് ഞാനത് പറയാം, കാര്യം അത് ഒത്തിരി കൂടുതൽ എടുക്കേണ്ടതാണ്. ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ പഴയ നിയമത്തിലുണ്ട്. അയാളുടെ മക്കളും അയാളും കൂടെ കാണിച്ചത് മോശമായി പോയി. അതിനെക്കുറിച്ച് ദൈവം പറഞ്ഞ പദം ഇതാണ്: ഏലിയുടെ പാപത്തിന് ശാന്തി ഉള്ളതല്ല, ക്ഷമയുള്ളതല്ല. യാഗം കൊണ്ടും വഴിപാട് കൊണ്ടും അതിന് പരിഹാരമുള്ളതല്ല. ഒരു യാഗം കൊണ്ടും ഒരു വഴിപാട് കൊണ്ടും അതിന് പോംവഴിയുള്ളതല്ല. ചരിത്രത്തിൽ ഒരിക്കലും അത് മാറത്തില്ല. വാസ്തവത്തിൽ അതിന്റെ ആഴത്തിലോട്ട് ഇറങ്ങി പഠിച്ചാൽ യേശുവിന്റെ കാൽവറി മരണം കൊണ്ട് പോലും, യാഗം കൊണ്ട് പോലും അതിന് പരിഹാരമില്ല. അത് ദൈവത്തെ നിന്ദിച്ചതാണ്. ദൈവത്തെ നിന്ദിക്കുന്ന മഹാപാപത്തിലേക്ക് ദൈവം ആളുകളെ പിടിച്ചിടുക. പിന്നെ എവന്റെ കൈകൊണ്ട് മുറിച്ചു കൊടുക്കുന്ന കർത്തൃമേശയ്ക്കകത്ത് ദൈവസാന്നിധ്യം ഇല്ല. ഇവന്റെ കൂടിരുന്ന് കർത്തൃമേശ എടുത്ത് ചുമ്മ പിടിപ്പിക്കുന്നവൻ ഇവന്റെ ദൈവസാന്നിധ്യം ഇല്ല. ഇതുപോലെ സമൂഹങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഈ അന്ത്യകാലത്ത് പിശാചുണ്ടാക്കിയ ഒരുപാട് മെതേഡുകളുണ്ട്, അതിനകത്ത് കുടുങ്ങിപ്പോകാതിരിക്കാൻ. പല പ്രശ്നത്തിൽ അകപ്പെട്ടവരുണ്ട്. ഞാൻ അവരെ കുറിച്ച് കമന്റ് പറഞ്ഞിട്ട് അവർ നന്നാകത്തില്ല. എൻ്റെ ജോലി അവരെ കുറിച്ച് കമന്റ് പറയുകയല്ല. ഞാൻ എൻ്റെ പണി മാത്രം ചെയ്താൽ മതി, വേറൊരാളുടെ പണി ഞാൻ ചെയ്യത്തില്ല. അവനവൻ്റെതല്ലാത്ത പണി ചെയ്യിക്കുന്ന ഒരു പരിപാടി ആത്മലോകത്തെ കൊണ്ട് പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിട്ടുമാറുവാൻ ഞാൻ പലരോട് ആവശ്യപ്പെടുക. അതിനാരെങ്കിലും അംഗീകരിക്കുമെങ്കിൽ, പക്ഷേ നിങ്ങളുടെ ബുദ്ധി നേരെയാണെങ്കിൽ മാത്രമേ ഇത് ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ. പിശാച് ദുർബുദ്ധി പിടിപ്പിച്ചതാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ലഭിക്കുന്ന അവസരം കർത്താവിന് വേണ്ടി ഏറ്റവും മാന്യവും യോഗ്യവുമായി ഉപയോഗിക്കാം. അവനവൻ്റെതല്ലാത്ത ജോലികളിൽ പോകരുത്. ഞാൻ സാധാരണ പറയുന്നത്, ലെറ്റ് മീ മൈൻഡ് മൈ ബിസിനസ്. അത് എൻ്റെ ബിസിനസ് അല്ല. ലെറ്റ് മീ മൈൻഡ് മൈ ബിസിനസ്. ഞാൻ എൻ്റെ കാര്യം മാത്രം ചെയ്താൽ മതി, അങ്ങനെ അങ്ങ് പോവുക നല്ലതെന്നാണ് എൻ്റെ തോന്നൽ. ഇതാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. ദൈവസന്നിധിയിൽ ദൈവജനം അനുഷ്ഠിക്കേണ്ടുന്നതും പ്രവർത്തിക്കേണ്ടുന്നതുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്തുകൾ നമ്മെ അനുശാസിക്കുന്നുണ്ട്. പലപ്പോഴും അതിന് വിട്ടു പോകുന്ന പല മണ്ഡലങ്ങളും പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്നു. നമ്മൾ പലരുടെയും പരപ്രേരണയാൽ പലതും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് ദൈവവചനത്തിനും ദൈവനാമത്തിനും അപമാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ അത് ആര് തന്നെ ഏതെല്ലാം മേഖലകളിൽ അങ്ങനെ പ്രവർത്തിച്ചെന്നാലും ദൈവത്തിനോ ദൈവവചനത്തിനോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോ ഒരു കോട്ടവും സംഭവിക്കത്തില്ല. അത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ മാത്രമായിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് നമുക്ക് കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. ആകട്ടെ, ആ വിഷയം അങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ തുടർന്ന് ഒരു ചോദ്യം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത്, അനേക പുസ്തകങ്ങളും അതുപോലെ എഴുത്തുകളും അതുപോലെ ഭാവി പദ്ധതികളും ഒക്കെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും പ്രേക്ഷകർ അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്ത് സംഭാവനയാണ് ഈ 79ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവഭൃത്യൻ എന്ന നിലയിൽ
ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് പറയാമോ? പക്ഷേ ഞാനൊരു 10-18 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മിക്കവാറും പലതും ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. ഇനിയിപ്പോൾ അത് രണ്ടാമത് റീപ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം കൊണ്ടു നടക്കാനും കൊടുക്കാനും ഒന്നുമുള്ള കഴിവ് എനിക്കില്ല. എൻ്റെ ബലം കുറഞ്ഞു തുടങ്ങി. എനിക്ക് ബലം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പോകുന്ന കൺവെൻഷനുകളിൽ ഇത് കൊണ്ടുപോകുമായിരുന്നു, കൊടുക്കുമായിരുന്നു. ലാഭത്തിനല്ല, പക്ഷെ കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറയാതെ ഒരു ചെറിയ ലാഭം എടുത്തുകൊണ്ട് ആ ലാഭം ചർച്ചിനായിരുന്നു പോകുന്നത്, മീഡിയ ഡിപ്പാർട്ട്മെന്റിന് പോകുമായിരുന്നു. ഒരു 10-18 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഒരു ഞായറാഴ്ച ഒരു മെസ്സേജ് എങ്കിലും ഞാൻ എടുക്കും. ആ മെസ്സേജ് ലക്ഷങ്ങൾ കേൾക്കുന്ന മെസ്സേജാണ്. യൂട്യൂബിനകത്ത് അതിൻ്റെ ഒരു കോപ്പി കാണും. ഞാൻ ഹാർവസ്റ്റ് ടെലിവിഷനകത്ത് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മെസ്സേജ് വരുന്നുണ്ട്. ബിബി ജോർജ് എന്ന് പറയുന്ന ആളാണ് ഹാർവസ്റ്റ് ടെലിവിഷന്റെ ഓണർ. ഒരു നല്ല ആത്മീയന് ഞാൻ കണ്ടെടുത്തോളം. അദ്ദേഹം എന്നോട് പറയുന്നതനുസരിച്ച് ഓവർ 5 മില്യൺ 50 ലക്ഷത്തിലധികം ആളുകളായിരിക്കും ഒരു മെസ്സേജ് കേൾക്കുന്നത്. അപ്പൊ 50 ലക്ഷം ആളുകൾ കേൾക്കുന്നെങ്കിൽ അതിന് കഴമ്പുള്ള മെസ്സേജ് ഞാൻ ഇടും. ചുമ്മാ കൊച്ചു പിള്ളേരോട് കഥ പറയുന്നതിലൊന്നും അല്ല. എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിനകത്ത് ഇല്ലാത്ത എന്തിനാ പറയുന്നത്. എടാ, ഞാൻ ബൈബിൾ റീഡിങ്ങിനല്ല നിൽക്കുന്നത്, പ്രസംഗിക്കാനാണ് നിൽക്കുന്നത്. പ്രസംഗിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ തന്നെയല്ല, അതിന്റെ എവിഡൻസസ് വെളിയിൽ നിന്ന് കൊണ്ടുവരണം. അതിനകത്ത് ചരിത്രത്തിൽ നിന്ന് എവിഡൻസ് എടുക്കേണ്ടത് അവിടുന്ന്, ശാസ്ത്രത്തിൽ നിന്ന് എവിഡൻസ് എടുക്കേണ്ടത് അവിടുന്ന്, ശാസ്ത്രജ്ഞന്മാരുടെ ഒപ്പീനിയനുകളിൽ നിന്ന് എടുക്കേണ്ടത് അവിടുന്ന്. ഞാൻ ഈ ഒരു MSc പാസ് അയച്ചു വന്നവന്റെ ഒപ്പീനിയൻ എടുക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ലോകത്തിൽ ലീഡ് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ട ഒപ്പീനിയൻസ് അവരുടെ കയ്യിൽ നിന്ന് എടുക്കും. ഇവിടെ 10ാം ക്ലാസ്സിൽ പോകാത്തവനാണ് ഇതിനെ പലപ്പോഴും എന്നോടൊരു പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു, ഞാൻ യൂട്യൂബ് നോക്കി ഇത് മൊത്തം പഠിച്ചത്. എൻ്റെ പൊന്നെ, യൂട്യൂബ് നോക്കി 10ാം ക്ലാസ് പാസ്സായവൻ ഭൂമിയിലില്ല. ഇവൻ യൂട്യൂബ് നോക്കി സയൻസ് പഠിച്ചെന്നാ പറയുന്നത്. എന്നിട്ട് ഏതാണ്ടൊക്കെ ചെയ്തെന്നാ പറയുന്നത്. ഈ കേൾക്കേണ്ടവന്റെ കയ്യിൽ നിന്ന് കേട്ടും പറയേണ്ടവരോട് പറഞ്ഞു, അങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് സാധാരണക്കാരന് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഞാൻ ചേർക്കാറുണ്ട്. ഇങ്ങനെ സാധാരണക്കാരന് മനസ്സിലാകുന്നു. സാധാരണക്കാരനെന്ന് ഞാൻ പറയുന്നതിനകത്ത് അപ്പച്ചന്മാരുടെ കാര്യം മാത്രമല്ല. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ യുവതലമുറ ഇന്ന് ചർച്ചിലില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരുത്തനോട്, ഒരു 3ാം തലമുറ പെന്തക്കോസ്തുകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ അപ്പൻ സുവിശേഷത്തിന്റെ കാശ് തന്നാണ് എന്നെ കോളേജ് വിട്ട് പഠിപ്പിച്ചത്, സയൻസാ പഠിപ്പിച്ചത്. ഞാൻ പഠിച്ച സയൻസ് അംഗീകരിച്ചു, അതുകൊണ്ടാണ് ദൈവമില്ലെന്ന് ഞാൻ പറയുന്നത്. കാര്യം ദൈവം ഉണ്ടെന്ന് സയൻസിലൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു അപ്പൻ ഈ മോനെ തണ്ട വിട്ട് പഠിപ്പിച്ചു. എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്, നല്ല കാര്യം. ആ പഠിച്ചത് അവനങ്ങ് അംഗീകരിച്ചു. അവൻ പറഞ്ഞ വാചകം ഇതാ. ഇതുപോലെ വരാതെ പറഞ്ഞാൽ മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകത്തക്ക ഭാഷയിൽ പലതും പറഞ്ഞ് അവരെ കൊണ്ടുവരുന്നത്, അത്തരം മെസ്സേജസ് റെക്കോർഡ് ചെയ്തിടുന്നത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇതൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അങ്കിളെ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ശുശ്രൂഷകളെക്കുറിച്ചും വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളതായ നല്ല സംഭാവനകൾക്കായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ചെയ്തു തരട്ടെ. സൗഖ്യ, ആരോഗ്യം, ദീർഘായുസ്സും തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചോദ്യോത്തര പരമ്പരയായിരുന്നു ഇതുവരെ ലഭിച്ചത്. ആദ്യം മുതൽ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി പ്രിയ കർത്താവിൻ്റെ ദാസന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയുവാനിടയായി തീർന്നു എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ചോദിച്ച ചോദ്യങ്ങളെക്കാൾ പ്രസക്തമായ പല മറുപടികളും അതിൻ്റെ ഓരോ ചോദ്യത്തിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. കാലിക പ്രസക്തമായി ഈ കാലത്തിന് ആവശ്യമായിരിക്കുന്ന നമ്മൾ തിരുത്തേണ്ടുന്ന പല തെറ്റുകളും അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഏതെല്ലാം മേഖലകളിൽ കറക്ഷൻ ചെയ്യണം, ഏതെല്ലാം മേഖലകളിൽ മെച്ചപ്പെടുത്തണം എന്നൊക്കെ ആൻസറുകളിലൊക്കെ വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും അനേക പ്രേക്ഷകർക്ക് ഈ ഒരു ചോദ്യോത്തര പരമ്പര അനുഗ്രഹമായി തീരും. ആത്മീയമായി വളരുവാനും പല മേഖലകളിലും ക്രമീകരണങ്ങൾ വരുത്തുവാനും അത് സഹായകരമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത്രത്തോളം സമയം അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് ഈ വിലപ്പെട്ട സമയങ്ങൾ വേർതിരിച്ചതിന് പ്രിയ അങ്കിളിനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നാം വിവിധ ഇടങ്ങൾ, വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ മനോഭാവത്തോടുകൂടി ആയിരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കേൾവിക്കാരായ ഏതൊരു പ്രിയപ്പെട്ടവർക്കും ഇതൊരു അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്കൊരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ
കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അരോമ ടി വിയിൽ ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചവരെ യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് കേൾക്കുന്ന കേൾവിക്കാർക്കും ഇതൊരു അനുഗ്രഹമായി മാറുവാൻ ഞങ്ങൾ അവരെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് നടത്തണേ. ഇതിൻ്റെ പ്രേക്ഷകരെ കർത്താവ് അനുഗ്രഹിക്കണേ. ആർക്കും ഇത് ദോഷത്തിനായി മാറാതെ കർത്താവ് ക്രിസ്തുവിനോട് പ്രതികരിക്കുന്ന പ്രതികരണത്തിൻ്റെ രീതികൾ ദൈവാനുസൃതമാക്കി കർത്താവ് മാറ്റണേ. ഇതിൻ്റെ മേലൊരു ദൈവകൃപ പകരണേ. ഞാൻ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനത്തെയും അവരുടെ കുടുംബങ്ങളെയും സഭകളെയും കർത്താവ് അനുഗ്രഹിച്ചു മാനിക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പ്രിയ ഡോക്ടർ എം എ വർഗീസ് അങ്കിൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ സമയങ്ങൾ വേർതിരിച്ച് നല്ല ആലോചനകൾ, നല്ല നിർദ്ദേശങ്ങൾ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് കർത്താവിൻ്റെ ദാസനോടുള്ളതായ ഹൃദയംഗമായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയങ്ങൾ വളരെ വിലപ്പെട്ടതായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. ശ്രദ്ധിച്ച് കേട്ട് അതിലെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേന്. ഇത്രത്തോളം സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ഇതിൻ്റെ തുടർച്ചയായുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.